അൻപാന അണ്ണൻ പെരിയാറിൻ പേരൻ വീഴാ വീരൻ മക്കൾ മന്നൻ ഉങ്കൾ വിജയ് പുലിയെ പിടിക്കും മലമറിക്കും എന്നൊക്കെയാണ് കേട്ട BGM വിട്ട വാഴ്ത്തുവരികൾ, മാസ് ഡയലോഗുകൾ, കാൽക്കാസിന് വിലകെട്ട ആത്മാർത്ഥമെന്ന് കേട്ടിട്ട് പോലുമില്ലാത്ത ആത്മാവില്ലാത്ത ചത്ത വാക്കുകൾ, ചവിട്ടുകളേറ്റ് വാരിയിലൊടിഞ്ഞ് മരിച്ചുപോയ കുരുന്നു ശരീരങ്ങളടക്കം അനാഥത്വങ്ങൾ, പുത്രദുഃഖങ്ങൾ, മാതൃവിലാപങ്ങളൊക്കെ കാണേണ്ടി വന്ന ഗതികേടിൻ്റെ മനുഷ്യവേദനകളുടെ തമിഴക ദിവസങ്ങളാണ്. ആ കത്തിരിവയിൽ കണക്ക് തീപ്പൊള്ളും ചൂടിൽ 7-8 മണിക്കൂറുകൾ കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് ഒറ്റക്കാലിൽ നിൽക്കുന്ന അമ്മമാർ, ഗർഭിണികൾ, വയോധികർ. ആ മനുഷ്യർക്ക് ദാഹിക്കും, വെള്ളമെങ്കിലും കൊടുക്കണമെന്ന് അറിയാത്ത ആളല്ല രക്ഷകന്റെ മാസ്ക് ഇട്ട് വന്ന ആ കത്തിവേഷധാരിക്കും അയാളുടെ പാർട്ടിക്കും. പട്ടിക്ക് ബിസ്ക്കറ്റ് എന്ന പോലെ എറിഞ്ഞു കൊടുക്കുന്ന താരദൈവം തൊട്ട കുപ്പിവെള്ളം, ക്ഷേത്രപ്രസാദം കണക്ക് ഏറ്റുവാങ്ങാനും മാത്രം നിഷ്കളങ്കരാണ് ആ പാവങ്ങളെന്ന് അറിയാത്ത ആളുമല്ല മഹാനടൻ. അറവുശാലകളിലേക്ക് മാടുകളെ കൊണ്ടുപോകുമ്പോൾ പോലും ഇറ്റിക്കൊടുക്കാറുണ്ട് വെള്ളം. അതുപോലും കൊടുത്തില്ലെങ്കിലും ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്ന ആ ഏഴകളുടെ തോളിൽ ചവിട്ടിക്കയറി ആകാശത്തിന്റെ കാലുവെട്ടാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാവാനാണ് കുതിപ്പ്. ആർത്തിയോടെ കാണാനെത്തിയ കുറ്റത്തിന് പാവങ്ങൾ ആ ഷോവണ്ടിക്ക് മുന്നിൽ പിടഞ്ഞു വീണത് കണ്ടതാണ്. അങ്ങേയറ്റം വേദനയിൽ ചവിട്ടേറ്ററിഞ്ഞ് ചാവുകൾ കണ്ടതാണ്. എന്നിട്ടും എന്നപ്പ ആംബുലൻസിലെ നമ്മ കൊടി നിറക്കരുത് ഹഹഹ എന്ന ഊള വർത്താനം പറഞ്ഞ് ഇറങ്ങിയോടി എയർപോർട്ടിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ചെന്നൈ ആഡംബരത്തിൽ പോയി അഭയം പ്രാപിക്കുന്നവൻ സോഷ്യൽ മീഡിയ തുറന്ന് പിന്നെയും ഡയലോഗാണ്, കള്ളക്കണ്ണീരാണ്, മാങ്ങാ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പറ്റിക്കലാണ് പാവങ്ങളെ. ആ മക്കൾ മന്നനും പെരിയാറിൻ പേരക്കുട്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ. തമിഴകം ചോദിക്കണം, താരരാജാവെ താങ്കളൊരു മനുഷ്യനാണോ, മനസാക്ഷിയുണ്ടോ? ഏറെയും സ്ത്രീകളാണ്, അമ്മയും 2 പെൺമക്കളും, സഹോദരങ്ങൾ, 60 വയോധിക, ഒരു തനു വിഷ്ണു എന്നൊരു കുരുന്നു കുഞ്ഞടക്കം. വേദനാമരണങ്ങൾ 40 ആൾക്കൂട്ടത്തിൽ സ്റ്റാമ്പേഡ് എന്ന് പറയരുത്, മർഡറാണ്, കൊലപാതകം, കൂട്ടക്കൊല. അന്വേഷണത്തിൽ തെളിഞ്ഞു വരുന്നുണ്ട്. കോടതി അടക്കം പറഞ്ഞ ജീവന്റെ വരെയുള്ള വാക്കുകൾക്ക് മനുഷ്യർക്ക് പട്ടിവില കൊടുക്കാത്ത മര്യാദകേടുകളുടെ ശവഘോഷയാത്ര. ഇട്ടാവട്ടത്തിൽ പൊട്ടിത്തെറിക്കും മട്ടിൽ ആൾ കൂടിയിട്ടും ഒന്നും ചെയ്യാത്ത സ്റ്റാലിൻ സർക്കാരിന്റെ കൈകളിലും ചോരക്കറയാണ്. ആ ചോര മുന്നറിയിപ്പുകളിൽ ഒഴിവാക്കാവുന്ന ദുരന്തം. 40 ജീവനെടുത്തെങ്കിൽ ഉത്തരവാദി ഏത് കൊമ്പനാണെങ്കിലും ഈ രാത്രി കിടക്കുന്നത് ലോക്കപ്പിലാണ്. ആ പരിഹാരം ചെയ്യാതെ, സമസ്താപരാധം പറയാതെ ഇനിയും ഡയലോഗുമായി ഇറങ്ങാനാണ് പ്ലാനെങ്കിൽ അതേ ആരാധകർ, അമ്മമാർ ചാണകം മുക്കിയ ചൂലുമായി താരത്തിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടും. ഇറങ്ങിപ്പോടോ തന്റെ ഉടായ്പ രാഷ്ട്രീയം കൊണ്ട്, ഇല്ലെങ്കിൽ വരുന്നുണ്ട് സെരിപ്പാലെ അടി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. வயசுல ஒரு பொண்ணு காணுமா? போலீஸ் சார், ப்ளீஸ் சார், ப்ளீஸ் ஹெல்ப் சார், ப்ளீஸ். நல்லதே நடக்கும், வெற்றி நிச்சயம். மீண்டும் சந்திக்கும் வரை நன்றி, வணக்கம். സംഭവത്തിന്റെ ദൃക്സാക്ഷി ശ്രീ ദിനേശ്, വിജയ് ആരാധകൻ ശ്രീ അനന്തു പടിക്കൽ, DMK നേതാവ് ശ്രീ S രജിരാജ്, CR നീലകണ്ഠൻ, ശ്രീ ജോർജ് ജോസഫ് എന്നിവർ ചർച്ചയിൽ. ഞാൻ ചർച്ചയിലേക്ക് കടക്കും മുൻപ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്നും. റഹീസ്, ഏറ്റവും ഒടുവിൽ വിജയ് പറഞ്ഞിട്ട് പോയി നമ്മൾ കേട്ടതാണ്, ഒന്നും സംഭവിക്കില്ല, സമാധാനമായിരിക്കും, എല്ലാം നല്ലതേ സംഭവിക്കുകയുള്ളൂ, കോൺഫിഡൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ്. എല്ലാം നല്ലതുപോലെ സംഭവിച്ചു. മരണങ്ങൾ 40 ഈ ദിവസങ്ങളിൽ. റഹീസ്, നമ്മൾ കണ്ടത് അത്രയും കൊടുത്ത നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയതിൻ്റെ, അല്ലെങ്കിൽ കെടുകാര്യസ്ഥതകളുടെ, അല്ലെങ്കിൽ അനാസ്ഥകളുടെ, അല്ലെങ്കിൽ മനുഷ്യർക്ക് പുല്ലുവില കൊടുക്കാത്തതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്ന കണ്ട ദിവസമാണ് ഇന്ന്. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയടക്കം അവിടെ നൽകാൻ ഏറ്റവും പുതിയ വിവരം എന്താണ് റഹീസ്? ഹാഷ്മി, ഒരൊറ്റ നിർദ്ദേശം പോലും കൃത്യമായി പാലിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ 7 അയലത്ത് പോലും എത്താതെ ഒന്നും നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊന്നും താൻ വഴങ്ങില്ല എന്ന് പോലും വിജയ് വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു റാലി എന്ന തരത്തിലേക്കൊക്കെയാണ് ഇപ്പോൾ ഈ സംസ്ഥാന പര്യടനത്തിനെ വിലയിരുത്തപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനം 40 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും മരണത്തോട് മല്ലിട്ട് കിടക്കുന്നവരുടെ എണ്ണം അത് 2 അക്ക സംഖ്യയിലാണ്. 12ഉം 13ഉം പേരൊക്കെ ഇത്തരത്തിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ട് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിലുള്ളവരുടെ എണ്ണമൊക്കെയും 60-നും 70-നും ഒക്കെ മുകളിലാണ്. അപ്പോൾ അത്രയും ആളുകൾക്ക്, ഏതാണ്ട് 100-ലധികം വരുന്ന ആളുകൾക്ക് കാര്യമായ പ്രശ്നം വരുന്ന തരത്തിലേക്ക് ഒരു റാലി മാറുമ്പോൾ ആ റാലിയിൽ പിഴച്ചത് എവിടെ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അതിന് ഏറ്റവും പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ TVK തന്നെയാണ്. ഒരു മുന്നൊരുക്കവും ഇല്ലാതെ, യാതൊരു തരത്തിലുമുള്ള സംവിധാനങ്ങളും ഒരുക്കാതെ ഒരു വലിയ ജനസംഖ്യയെ ഏതു തരത്തിലാണ് വിജയ് കാണാനെത്തിയത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യർ, 10,000-കണക്കിന് മനുഷ്യർ അവരിങ്ങനെ തടിച്ചു കൂടുന്നിടത്തേക്ക് വിജയ് എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും കുഴപ്പങ്ങൾക്കുമൊക്കെ ആര് മറുപടി പറയുമെന്ന ഹൈക്കോടതിയുടെ ചോദ്യമാണ് ഇപ്പോൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്. ആ ചോദ്യത്തിനൊരു മറുപടി നൽകാൻ അന്ന് TVKയ്ക്കും കഴിഞ്ഞിട്ടില്ല, ഈ സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അതിന് സമയം ചോദിക്കുകയാണ് സർക്കാർ ചെയ്തത്. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഒരു ഭാഗത്ത് അന്വേഷണം കൂടി തുടരുന്നു. അതിൽ വിജയെ ഇതുവരെയും പ്രതിയാക്കിയിട്ടില്ല. മറിച്ച് N ആനന്ദിനെയും ഒപ്പം തന്നെ മറ്റ് 2 TVK നേതാക്കളെയും കൂടി പ്രതിയാക്കി
അടിസ്ഥാനമാക്കിക്കൊണ്ട് ആ കേസ് എടുത്തും അതുമായി മുന്നോട്ട് പോകുന്നു. ജുഡീഷ്യൽ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഇന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അവിടെ കരൂരിലെത്തിയ ആ സ്ഥലമൊക്കെയും സന്ദർശിച്ചു. അവിടെ കാണുന്ന കാഴ്ച ഭീതി നിറച്ചതാണ്, ഭയാനകരമാണ്. ഒപ്പം തന്നെ കരളലിയിക്കുന്ന കാഴ്ചകൾ കൂടിയാണ്. കുഞ്ഞു ചെരുപ്പുകളൊക്കെയും അവിടെ കിടക്കുന്ന കാഴ്ചകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെയും ഉടമകൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള ആ ഒരു ചിന്ത അത് പലരും പങ്കുവെക്കുന്നതൊക്കെ വളരെ സങ്കടകരമായിരുന്നു കാഴ്ചകൾ എന്ന് ആശുപത്രിയിൽ പറഞ്ഞാൽ. ചവിട്ടേറ്റുള്ള മരണങ്ങളാണ്, അങ്ങേയറ്റം വേദനാജനകമായ മരണങ്ങളാണ്. അതിൽ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, ഒരു ഗർഭിണി ഒക്കെ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ, ഒരു ഗർഭിണി എന്ന് പറഞ്ഞാൽ ഒന്നല്ല 2 ജീവനാണ്, വയറ്റിലെ കുഞ്ഞടക്കം. അങ്ങനെ മരിച്ചു പോകുക എന്നുള്ള ദാരുണ സംഭവങ്ങൾ, ദാരുണ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ആ കാഴ്ചകൾ തുടർച്ചയുണ്ടാകുന്നു. മുഹമ്മദ് റഹീസ് ഇന്നലെ രാത്രി മുതൽ അവിടെ തന്നെയാണ്, ഇപ്പോഴും അവിടെ തന്നെയാണ് വിവരങ്ങൾ പറയുകയായിരുന്നു. താങ്ക് യു റഹീസ്. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോഴും വിജയ്ക്കെതിരെ ബാക്കി നേതാക്കളെ നിയമ നടപടി ഉണ്ടായിട്ടുണ്ട്, വിജയ്ക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ വിജയ്ക്കെതിരെ ഇപ്പോൾ തന്നെ അത് രാഷ്ട്രീയമാകുന്നുണ്ട്, അതിലെന്തോ ഗൂഢാലോചനയുണ്ട്, കല്ലേറുണ്ടായി, DMKയുടെ രാഷ്ട്രീയം എന്നൊക്കെ ഇപ്പോൾ തന്നെ വിജയ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അറസ്റ്റ് ഉണ്ടാകുമായിരിക്കാം. അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കയ്യിൽ വിജയുടെ സിനിമയിലെ പോലെ കയ്യിൽ വിലങ്ങൊക്കെ ഇട്ട് പുറത്തുനിന്ന് വീണ്ടും ഷോ കാണിക്കുമായിരിക്കും. അത് പൊളിറ്റിക്കൽ ആയി മാറും. അതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരായി മാറും. അതിനപ്പുറം ഈ പൊരിഞ്ഞുപോയ 40 ജീവനുകളുടെ ജീവന് നീതി കിട്ടുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ശ്രീ CR നീലകണ്ഠൻ? പൊലിഞ്ഞുപോയ 40 ജീവനും ഒരുപക്ഷെ മരിച്ചതിനേക്കാൾ ദുഃഖകരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളായ അല്ലെങ്കിൽ പരിക്കേറ്റ ആളുകളും അവരുടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളും ചേർന്നാൽ വലിയൊരു സംഖ്യ മനുഷ്യരുണ്ട്. ഹാഷ്മി, ഇത് കാണുന്ന നമ്മൾ ഓരോരുത്തരും ഇന്നലെ വൈകിട്ട് മുതൽ എന്താ പറയുക, യുദ്ധം കഴിഞ്ഞ ഒരു ശവപ്പറമ്പ് എന്നൊക്കെ പറയും മഹാഭാരതത്തിൽ, ആ മാതിരി കുരുക്ഷേത്രം യുദ്ധം കഴിഞ്ഞ പോലെ അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഇതിലാരെങ്കിലും ശിക്ഷിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം, ഇല്ല എന്ന് തന്നെയാണ്. കാരണം അത് നമ്മുടെ നാട്ടിലൊരു പതിവില്ല. ജനക്കൂട്ടം ഇങ്ങനെ കൂട്ടത്തോടെ മരിച്ചാൽ ഹത്രാസിൽ ഉണ്ടായി, ആരെങ്കിലും 100-ലധികം ആളുകൾ മരിച്ചു. ആരെങ്കിലും അവിടെ ശിക്ഷിക്കപ്പെട്ടു എന്ന് എനിക്കറിയില്ല, അറിയാമെങ്കിൽ കാശ്മീർക്ക് പറയാം. ഒന്നും വേണ്ട, നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 4 യുവാക്കൾ മരിച്ചു, ആരും ശിക്ഷിക്കപ്പെട്ടില്ല. ഏതോ ഒരാളുടെ ഒരു ട്രാൻസ്ഫർ വന്നു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. ഞാനിത് പറയാൻ കാരണം, ഈ അപകടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, ഒരു ചെറിയ പട്ടണത്തിൽ അവിടെ പ്രതീക്ഷിച്ചതിൻ്റെ പല മടങ്ങ് ആളുകൾ വരുന്നു. ഇപ്പം ഞാൻ വിജയെ അതിൽ കുറ്റം പറയാത്തൊരു കാര്യം എന്താ വെച്ചാൽ, എത്ര ആൾ വരുന്ന വിജയ്ക്കും അറിയില്ല, എത്ര ആൾ വരുന്ന വിജയ്ക്ക് അറിയില്ല എന്ന് മാത്രമല്ല, മറ്റ് സംഘടന പോലെയല്ല, ഇപ്പോൾ DMKയോ മറ്റേതെങ്കിലും പാർട്ടിയോ നടത്തുന്ന പോലെയല്ല. അവരൊക്കെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് ഇന്ന വാർഡിൽ നിന്ന് ഇത്ര പേർ ഇത്ര വണ്ടി വരുമെന്നൊക്കെ അറിയാം. വിജയെ സംബന്ധിച്ചിടത്തോളം വിജയുടെ ആരാധകരാണ് വരുന്നത്, ഫാൻസാണ് വരുന്നത്. അവരെവിടെ നിന്ന് വേണി ഓടി വരാം. വിജയ്ക്ക് ഒരു സംഘടന ഇല്ലാത്തതുകൊണ്ട് വിജയ്ക്ക് ഇത് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് എണ്ണം പറയാൻ പറ്റില്ല. എണ്ണം പറയാൻ പറ്റാത്തതുകൊണ്ട് അവിടെ യാതൊരുവിധ പ്ലാനിങ്ങും നടക്കില്ല. അവിടെ എന്ത് പ്ലാനിങ്ങാണ് നടക്കുക? കാരണം പോലീസിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ഥലം തന്നെ അതിന് പറ്റിയ സ്ഥലമാണോ? 50,000 ആളുകൾക്ക് വരാൻ പറ്റിയൊരു പട്ടണമാണോ ഈ കരൂർ എന്ന് പറയുന്നത്? 50,000 ആളുകൾ വന്നാൽ അവിടെ മുഴുവൻ ബ്ലോക്കായി പോകും. ഇനി ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന വിജയുടെ വാദം, ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം വിജയ് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണമല്ലോ. വിജയ് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണം. ഇത്രയും ആളുകൾ വന്ന് ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും തനിക്കാണ് എന്ന് വിജയ് പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സിനിമ സ്റ്റൈലാണെങ്കിൽ അങ്ങനെയാണ്. ഇതിപ്പോൾ സിനിമ സ്റ്റൈലല്ല, പൊളിറ്റിക്കൽ സ്റ്റൈലായി. അപ്പോൾ അവിടെ ഗൂഢാലോചന ഉണ്ടായി, കല്ലേറുണ്ടായി, അതുണ്ടായി, ലാത്തി ചാർജ് ഉണ്ടായി. ഈ വക കൊണ്ടൊന്നും വിജയ്ക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഒരു നിയന്ത്രണവും ഇല്ല. പിന്നെ പോലീസ് കൊടുത്ത മുൻകരുതലുകൾ, ആ ഒരു മുൻകരുതലും പാലിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 50,000 പേരെ കൊണ്ടുവരാനുള്ള പോലീസിന് അവിടെ ഉണ്ടോ? ഇവർക്ക് വെള്ളം കിട്ടുമോ? നേരത്തെ കാശ്മീർ ചോദിച്ച പോലെ കൊടും ചൂടിൽ രാവിലെ മുതൽ വന്ന് നിൽക്കുക, 12 മണിക്ക് 1 മണിക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന് എത്രത്തോളം നീചമായി മനുഷ്യരോട് പെരുമാറാമോ അതിന്റെ ഉദാഹരണം നമ്മൾ കാണുകയാണ്. ഇതാദ്യമായിട്ടല്ല, വിജയുടെ ആദ്യ പരിപാടിയിൽ മുതൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നേതാക്കളല്ല, ബൗൺസർമാരാണ്. വണ്ടിക്ക് മുകളിൽ നിന്നും കയ്യും കാലും തൂക്കിയെടുത്ത് താഴേക്ക് എറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ ആദ്യ ദിവസം കണ്ടു. ഈ വൈകലുകൾ നമ്മൾ കണ്ടു. CR ഓർത്തു നോക്കൂ, ഒരു നേതാവിനെ നോക്കി 7-8 മണിക്കൂർ ജനം നിൽക്കുക. ഇവിടെ ഏതെങ്കിലും നേതാവിനെ നോക്കി 7 മണിക്കൂർ നിൽക്കേണ്ട അവസ്ഥ ഈ കേരളത്തിലോ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതാ ഞാൻ പറഞ്ഞ ഫാൻസ് അസോസിയേഷനാണ് ഹാഷ്മി. ഇതൊന്നും പൊളിറ്റിക്കൽ അവരുടെ കാഡറൊന്നുമല്ല, ഫാൻസ് അസോസിയേഷനാണ്. ഇദ്ദേഹത്തിൻ്റെ പഞ്ച് ഡയലോഗ് കേട്ട് ഇദ്ദേഹം ഇപ്പോൾ നവറേൻ എന്ന് പറഞ്ഞാൽ ഞാൻ എത്തി ഈ രാജ്യം മുഴുവൻ നന്നാക്കും എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് കേട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദൈവതുല്യമായ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ മുമ്പും അതുണ്ടല്ലോ ഹാഷ്മി. ഇപ്പോൾ MGRും ജയലളിതയും ഒക്കെ മരിച്ചപ്പോൾ ആളുകൾ എത്ര പേര് മരിച്ചു? ആത്മഹത്യ ചെയ്തവരും തിരക്കിൽപ്പെട്ട് മരിച്ചവരും ഒക്കെ ഉണ്ട്.
ഞാൻ പറഞ്ഞു വന്നത് തമിഴ്നാട്ടിൽ ചില പ്രത്യേകതകളുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് നേരത്തെ പറഞ്ഞതുപോലെ അവർക്കെല്ലാം വെള്ളം കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാവണ്ടേ, അവരെവിടെ നിൽക്കുമെന്ന് തീരുമാനിക്കണ്ടേ, സ്ഥലം അറേഞ്ച് ചെയ്യണ്ടേ. അതിന് വിജയ്ക്ക് സംഘടനയൊന്നുമില്ല, വിജയ് ഒരാളേ ഉള്ളൂ, വിജയുടെ കൂടെ ഒരാൾക്കൂട്ടമാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് ഇതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കുന്ന ഒരാളുടെ പാർട്ടിക്ക് 10 കുപ്പി വെള്ളം എടുത്തു വെക്കണം എന്നുപോലും അറിയില്ലേ? വെള്ളം കുടിക്കാതെ ആൾക്കാർ അവിടെ നിൽക്കുമെന്നാണോ? എന്ന് പറഞ്ഞാൽ 7 മണിക്കൂർ അനങ്ങാൻ പറ്റാതെ അവിടെ നിൽക്കുക, അവർ കുടിക്കാൻ വെള്ളമില്ല, ഒന്ന് മൂത്തൊഴിക്കാൻ പോകുന്ന നിവൃത്തിയില്ല. 7 മണിക്കൂർ ഒറ്റ നിൽപ്പിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ദാഹിക്കും എന്ന് മനുഷ്യനുള്ള മിനിമം കോമൺ സെൻസ് ഉണ്ടാവണ്ടേ ഒരു മഹാനടൻ? ഞാൻ എത്താം സാർ. ശ്രീ അനന്തു പടിക്കൽ, നിങ്ങളുടെയൊക്കെ ആരാധനാമൂർത്തി വിജയ് എന്ന് പറയുന്ന ആൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്കും ഓടി ഒളിക്കുന്ന നേതാവാണ്, ഒരു ഭീരുവാണ്, ഒരു പേടിത്തൂറിയാണ് എന്ന തിരിച്ചറിവ് ആരാധന കുറയ്ക്കുന്നുണ്ടോ? ആദ്യം തന്നെ ഞാനിതിന് ഖേദം പറയുകയാണ്. കാരണം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. നമ്മുടെ ഈ പര്യടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ലെറ്റർ നമ്മളെ പ്രസ് റിലീസ് ഇറക്കി. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതിൽ ഗർഭിണികളായിട്ടുള്ളവർ, കുട്ടികൾ, വയസ്സായിട്ടുള്ളവർ ആരും ഇതിൽ പങ്കെടുക്കരുത് എന്ന് തളപതി നേരത്തെ തന്നെ ഒരു പ്രസ് റിലീസ് ഇറക്കി. അതിനകത്ത് പറഞ്ഞു നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ഒരു പെർമിഷനായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. പെർമിഷനായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സ്ഥലങ്ങളല്ല തരുന്നത്. നമുക്കറിയാം ആൾക്കാർ എത്രയാണ് വരുന്നത് എന്നുള്ളതല്ല. നമ്മളത് നോക്കിയിട്ടാണ് അവർക്ക് പെർമിഷൻ കൊടുക്കുന്നത്. അപ്പോൾ പെർമിഷൻ നമ്മൾ ചോദിക്കുന്ന സ്ഥലങ്ങളിൽ തരാതെ, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ കുടിവെള്ളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതിന് മുമ്പ് സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒളിച്ചോടിപ്പോയി എന്നുള്ളത്. ഒളിച്ചോടിപ്പോയതല്ല. ഇന്നലെ പുള്ളി ഇനിയും അവിടെ നിൽക്കുകയാണെങ്കിൽ, തളപതി അവിടെ നിൽക്കുകയാണെങ്കിൽ ഇനിയും അവിടെ കാഷ്വാലിറ്റികൾ കൂടും. ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന DMK പാർട്ടിക്കാർ ഇനിയും അവിടെ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പല ജീവനുകൾ നഷ്ടപ്പെടും. ഒരിക്കലും ഒളിച്ചോടിയതല്ല. നമ്മൾ ഇതിനു വേണ്ടിയുള്ള മറുപടി കൊടുക്കാനായിട്ട് നാളെ കോടതിയുമായി സമീപിച്ചിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് പല സംശയങ്ങളും. തമിഴ്നാടിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ പാങ്ങുള്ള രാഷ്ട്രീയ നേതാവായി നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട മിനിമം യോഗ്യത എന്താണ്? മനുഷ്യൻ വേദനിക്കുമ്പോൾ കൂടെ നിൽക്കുക എന്നുള്ളത്. ശരി, ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ അവിടെ നിന്നാൽ രക്ഷാദൗത്യത്തിന് പ്രശ്നമാണെങ്കിൽ അദ്ദേഹത്തിന് കരൂര് തുടരാമല്ലോ. ആനന്ദ് എന്നൊക്കെ പറഞ്ഞ വേറെ ഏതൊക്കെ നേതാക്കളില്ലേ, അവരെ അങ്ങോട്ടേക്ക് വിടാമല്ലോ, കോർഡിനേറ്റ് ചെയ്യാമല്ലോ. ഈ ജനത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഫീൽ ഒരു വ്യാജമായിട്ടെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഇതൊന്നും ഉണ്ടാക്കാതെ നേരെ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് ആരോടും മിണ്ടാതെ ചെന്നൈ പോയിട്ട് മിണ്ടാതെ എന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് ട്വിറ്ററിൽ പറയുക എന്തോ ആഘാത വേദന എന്നൊക്കെ. ആരെ പറ്റിക്കാനാ? സാർ ഇപ്പം പറഞ്ഞു, ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ മരിച്ച കിടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും ദുഃഖത്തിൽ കിടക്കുമ്പോൾ അവിടെ നമുക്കത് ഓട്ടുണ്ടാക്കാൻ പറ്റുന്ന പ്ലേസ് അല്ല അത്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ കണ്ണീരും കരച്ചിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും നടന്നപ്പോൾ ഈ പറഞ്ഞ സെന്തിൽ ബാലാജിയെയും ഈ പറഞ്ഞ അൻപിൽ ഇവരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കരയാനോ എടുക്കാനായിട്ടൊന്നും. ഇതിനുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ഈ ജനങ്ങളോടൊപ്പം നിൽക്കാനും തന്നെയാണ് തളപതിയും TVK നിൽക്കത്തുള്ളൂ. കാരണം നമ്മുടെ കുടിവെള്ളം കൊടുക്കാനായിട്ട് സമ്മതിച്ചില്ല, അദ്ദേഹത്തിന്റെ സുഖത്തിലേക്ക് അദ്ദേഹം പോയി, അദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അതെ സാർ, പുള്ളി എവിടെയും ഒളിച്ചിട്ടില്ല. പുള്ളി ഇതിനു വേണ്ടിയുള്ള മറുപടികൾ എന്തായാലും തീർച്ചയായിട്ടും കൊടുത്തിട്ട് തന്നെ പോകും. പുള്ളി ഇന്നോ ഇന്നലെയോ രാഷ്ട്രീയത്തിലേക്ക് വന്ന പ്ലാൻ ചെയ്ത് ഇറങ്ങിയ ആളല്ല. കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഇത് പ്ലാൻ ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി തന്നെ വന്ന ഒരാളാണ്. അതുകൊണ്ട് പുള്ളിക്ക് അറിയാം ഇവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന കരൂരിലും എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാം. ഇന്നലെ അവിടെ നടന്നത് എല്ലാവർക്കും നമ്മൾ TVയിലും ലൈവിലും എല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് പുള്ളി അവിടെ നിന്ന് ഒളിച്ചോടി പോയതല്ല. അവിടെ നമുക്കൊരു വോട്ടുണ്ടാക്കേണ്ട മാർക്കറ്റിംഗ് നമുക്ക് അവിടെ ഇല്ല. എല്ലാവരും ചത്ത് കിടക്കുന്ന സമയത്തല്ല നമുക്ക് അവിടെ വോട്ട് പിടിക്കേണ്ടത്. മറ്റുള്ളവരുടെയൊക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ നേരത്തെ നോക്കൂ, ഈ രാജ്യത്ത് നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട് ഇല്ലേ, നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, നമുക്ക് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട്. ഏതെങ്കിലും നേതാക്കൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് 8 മണിക്കൂർ 9 മണിക്കൂർ വൈകിയെത്തുന്ന ഒറ്റ സൂചന ചൂണ്ടിക്കാണിക്കാവോ? ഈ പറഞ്ഞ കൂടുന്ന ആൾക്കൂട്ടത്തിൽ ഒരു കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാവോ? എന്ന് പറഞ്ഞാൽ എത്രമാത്രം അവമതിച്ചാലും ഈ പാവങ്ങൾ കൂടെ നിൽക്കും, എത്രമാത്രം ദ്രോഹിച്ചാലും ഈ പാവങ്ങൾ കൂടെ നിൽക്കും എന്ന ടേക്കൺ ഫോർ ഗ്രാൻഡ് അഹങ്കാരമാണത്. സാർ, ഞങ്ങൾ ഫെബ്രുവരി കഴിഞ്ഞ 2024 ഞങ്ങളെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 2 സമ്മേളനങ്ങൾ കഴിഞ്ഞു. ഇത് 3ാമത്തെ ശനിയാഴ്ചയാണ് ഞങ്ങളുടെ പര്യടനത്തിന് 3ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 2 സമ്മേളനങ്ങളിലും എവിടെയാണ് ആർക്കെങ്കിലും കുടിവെള്ളം ഇല്ലാത്തത്? ഈ ലക്ഷക്കണക്കിന് വരുന്നവർക്ക് കുടിവെള്ളം കൊടുത്തിട്ടുള്ള ഏക സമ്മേളനം നടത്തിയിട്ടുള്ള ഒരു പാർട്ടി പറയുന്നത് TVK ആണ്. ഇത്രയും വർഷം ഇത്രയും പൊളിറ്റിക്കൽ പാർട്ടികളുള്ള ഈ നാട്ടിൽ
ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്യാത്ത സിസ്റ്റങ്ങളാണ് TVK പാർട്ടി അവിടെ തളപതി അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുത്തില്ല, ജനങ്ങൾക്ക് ഫുഡ് കൊടുത്തില്ല, ഒഴിവാക്കി വിട്ടു എന്ന് പറയുന്നതൊക്കെ എന്തർത്ഥത്തിലാണെന്ന് അറിയുന്നില്ല. നമ്മൾ മറുവശം കൂടെ കാണണം. അതാണ് മറുവശത്ത് ചെയ്യുന്ന ഒരു വെള്ളം കൊടുത്തിട്ടില്ല അവിടെ ഒരു വെള്ളവുമില്ല. 10,000 പേർക്ക് അനുമതി ഉള്ളിടത്ത് കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ അടക്കം ലംഘിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ വരുന്ന കാര്യം വിജയ്ക്ക് അറിയാം. അപ്പൊ CR നീലണ്ണ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദ്യ യോഗം മുതൽ ഈ പറഞ്ഞ ഇരമ്പി എത്തുന്ന ആൾക്കൂട്ടത്തെ വിജയ്ക്ക് അറിയാം. ഈ പറഞ്ഞ ഇത്തരം മണിക്കൂർ ലേറ്റായാൽ ആൾക്കൂട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യം വിജയ്ക്ക് അറിയാം. അവിടെ നിൽക്കുന്നവർ ഭക്ഷണമില്ലാതെ നിൽക്കുകയാണ്, ഗർഭിണികളടക്കമുള്ളവർ. ഇപ്പോൾ വിജയുള്ള ആരാധനയിലാണല്ലോ, ഗർഭിണികൾ വരരുത് എന്ന് വിജയ് പറയുമ്പോഴും അവിടെ എത്തുന്നുണ്ടെങ്കിൽ അത് വിജയുള്ള ആരാധന കൊണ്ടാണല്ലോ. ആരാധകർ അവിടെ എത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാം. 10 അല്ല 15 അല്ല 20 അല്ല 40 മണിക്കൂറാണെങ്കിലും ജനം മരിച്ചു വീണാലും അവരവിടെ നിൽക്കുന്ന അഹങ്കാരമാണ് അയാൾക്ക്. അതിന്റെ മുനയൊടിക്കണം അനന്തു, അതിന് കുട പിടിക്കരുത്. ഒരിക്കലും അഹങ്കാരമല്ല സാർ ഇപ്പം പറഞ്ഞല്ലോ, 5 മണിക്കൂർ 6 മണിക്കൂർ ആൾക്കാർ കാത്തു നിൽക്കും എന്നുള്ളതൊക്കെ അതെല്ലാം സത്യമാണ്. ആർക്കും കുടിവെള്ളം ഇല്ലാന്നുമല്ല. നമ്മുടെ ആംബുലൻസുകളിൽ കുടിവെള്ളം കൊണ്ടുകൊടുത്തപ്പോൾ അവിടെ പോലീസുകാർ നമ്മളെ വണ്ടികൾ ബ്ലോക്ക് ചെയ്തു. അതൊന്നും നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളും അറിയുന്നില്ല. മനസ്സിലായില്ലേ സാർ? ഇപ്പോൾ ഇവിടെ നമ്മൾ എത്തി 5 മണിക്കൂർ ഡിലേ വന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്തുകൊണ്ട് ഒരു പാർട്ടി പരിപാടി നടത്തുമ്പോൾ 5 മണിക്കൂർ ആൾക്കാർ വേറൊരു പാർട്ടിയുടെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ 5 മണിക്കൂർ ഡിലേ വന്ന ആൾക്കാർ കുറയും? എന്തുകൊണ്ട് TVKയുടെ പരിപാടി നടത്തി വിജയ് വന്നപ്പോൾ ആൾ കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർക്കാരിനെ വിരുദ്ധമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, സർക്കാരിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ശരി 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 ഞാൻ അങ്ങനെ എത്താം. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരാൾക്ക് ഉണ്ടാക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതല്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഇത്രയധികം മണിക്കൂറുകൾ കാത്തു നിർത്തുകയും ഇത്രയധികം ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് അറിയുകയും അത് ബൗൺസർമാർ നിയന്ത്രിക്കുകയും ബൗൺസർമാർ കയ്യും കാലും കൂട്ടി മനുഷ്യന്മാരെ വലിച്ചെറിയുകയും മനുഷ്യന്മാർ തിക്കിലും തിരക്കിലും പെട്ട് കുഞ്ഞുങ്ങളടക്കം മരിച്ചു പോവുകയും ചെയ്യുമ്പോൾ ചോദിച്ചു പോകുന്നതാണ്. ഞാൻ എത്താം അനന്തു. ശ്രീ ദിനേശ് ദൃക്സാക്ഷിയാണ് ആ സംഭവത്തിൽ. ശ്രീ ദിനേശ്, താങ്കൾ നേർക്കേണ്ട കാഴ്ചകൾ എന്താണ്? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 5 മണിയാകുമ്പോഴാണ് ആ ഭാഗത്ത് എത്തിയത്. എൻ്റെ വീട് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയപ്പോൾ തിരിച്ചു പോകാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഒരു 5 കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5-5:30 മണി വരെ കുടിവെള്ളം ബോട്ടിൽ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കുടിവെള്ളം ഇതും വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്തൊന്നും. ഒരു കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നില്ല അല്ലേ? അല്ല, ഒരു കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, ഭക്ഷണം ഉണ്ടായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണത്തിൻ്റെ കാര്യം അറിയില്ല സാർ. ഞാൻ 5:30 മണി വരെ കുടിവെള്ളം ബോട്ടിൽ വരുന്നുണ്ടായിരുന്നു. അത് എനിക്കടക്കം കിട്ടിയിട്ടുണ്ടായിരുന്നു 1-2 ബോട്ടിൽ. 5:30 മണി വരെ 5:45 വരെ ബോട്ടിൽ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പാർട്ടിക്കാരാണ് ആരെന്ന് അറിയില്ല. അതിനുശേഷം കുടിവെള്ളം വന്നിട്ടില്ല. 5:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ മണിക്കൂർ കിടക്കുക. പിന്നെ 1 മണിക്കൂറിൻ്റെ അടുത്ത് പിന്നെ കുടിവെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് രാവിലെ അങ്ങോട്ടേക്ക് വിജയ് എത്തുമെന്ന് അറിയുന്നത് രാവിലെയാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ആദ്യ പരിപാടി നടക്കുന്ന സ്ഥലത്ത് 8:30 എത്തണം. 8:30 മുതൽ 9:45 വരെ ആദ്യ പരിപാടി. 8:45 എന്താണ് എയർപോർട്ടിൽ നിൽക്കുന്നേ ഉള്ളൂ വിജയ്. അവിടുന്ന് ഇറങ്ങി പിന്നെ അങ്ങോട്ടേക്ക് എത്തി. അവിടുന്ന് കഴിയുമ്പോൾ 3 മണി എന്തോ വേണ്ടാണ് പിന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, നാമക്കലിൽ 3 മണിക്ക് ശേഷമാണ് പുറപ്പെട്ടത്. ഇവിടെ എത്താൻ തന്നെ വൈകി. ഇവിടെ 12 മണിക്ക് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ രാവിലെ 7 മണി മുതൽ തന്നെ ജനങ്ങളുണ്ടായിരുന്നു. പാർട്ടിക്കാരും പിന്നെ വിജയന്റെ ആരാധകരും നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ തന്നെ. ഞാൻ എത്താം. ശ്രീ ജോർജ് ജോസഫ് 10-10:30 ആകുമ്പോഴേക്കും എല്ലാ സ്ത്രീകളും അവരുടെ ശരി ഞാൻ എത്താം. ദിനേശ്, ശ്രീ ജോർജ് ജോസഫ് ഇവിടെ ഇതാദ്യമല്ല, ഇതിൻ്റെ സൂചനകളും ആദ്യമല്ല. വിജയുടെ വിക്രവാണ്ടിയിലെ ആദ്യ പരിപാടി കണ്ടാൽ തന്നെ നമുക്ക് ചില ദുസ്സൂചനകൾ മനസ്സിലാക്കും. കാര്യം ഏതെങ്കിലും തരത്തിൽ ഒരു കോർഡിനേഷനും ഇല്ലാതെ, ഏതെങ്കിലും തരത്തിൽ ഒരു അച്ചടക്കവും ഇല്ലാതെ ഈ പറയുന്ന വന്നൊരു വിഷയം തകരപ്പാട്ടയ്ക്ക് മുകളിൽ ഒരു വീടിൻ്റെ തകരട്ടിന് മുകളിൽ ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് കയറി നിൽക്കുകയാണ്. അമ്മ എന്തിനാ അങ്ങോട്ട് പോയി ഉറപ്പായും ചോദിക്കാം. പക്ഷേ ആൾക്കൂട്ടം ഉണ്ടാകുന്ന കാര്യം വിജയ്ക്കും TVK എന്ന പാർട്ടിക്കും വളരെ നന്നായി അറിയാം. അത് നിയന്ത്രിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം അവിടുത്തെ സർക്കാരിനല്ല, അത് വിജയ്ക്കും ഇവരുടെ പാർട്ടിക്കും തന്നെയല്ലേ ശ്രീ ജോർജ് ജോസഫ്? അല്ല, ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. കാരണം വിജയ് തമിഴ്നാട്ടിൽ എവിടെ വന്നാലും അത് DMK-ക്കാട്ടിലും മറ്റു പാർട്ടിയേക്കാളും ആൾക്കൂട്ടം ഉണ്ടാകും. കാരണം ഫാൻസാണ് കൂടുതൽ. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇതുവരെ ഒന്നും ഓർഗനൈസ് ആയിട്ട് വന്നിട്ടില്ല. അപ്പം വിജയ് വരുന്നിടത്ത് പോലീസിൻ്റെ ഫെയിലിയർ ആണെന്നാണ് ഞാനിത് പറയുന്നത്. കാരണം വിജയ് അവിടെ വരുന്നതിന് മുമ്പ്, അവിടെ കരൂർ പ്രസംഗിക്കുന്നതിന് മുമ്പ് അത് 4-5 ദിവസം കൊണ്ട് 4 സ്ഥലം അവർ ചോദിച്ചിട്ട് 4 സ്ഥലവും കൊടുത്തില്ല.
അതിന് അവിടെ ആൾക്കൂട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആൾക്കാർ ഷോപ്പുകളുണ്ട് മറ്റതുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ DGPയും പോലീസും കൂടെ 4 സ്ഥലത്തൊന്നും മാറ്റി. അതിനകത്തൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടെന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നാമക്കല്ലിൽ വന്ന ശേഷം റോഡ് സൈഡ് മുഴുവൻ ആൾ കൂടിയുണ്ട്. രാമക്കല്ലിൽ നിന്ന് 34 കിലോമീറ്റർ ഇപ്പോഴുള്ള കരൂരിലെത്താനായിട്ട് 6-7 മണിക്കൂർ എടുത്തു. കാരണം 3 മണിക്കങ്ങാണ്ട് നാമക്കല്ലിൽ വന്നു, പിന്നെ ഇവിടെ 7 മണിക്കാണ് എത്തിയത്. നമുക്കത് കുറ്റം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടികൾ മറ്റുള്ള DMK പോലെയൊന്നും ഓർഗനൈസ്ഡ് അല്ല ഇവർ. ഇത് ഫാൻസാണ് ഏറ്റവും കൂടുതൽ. തമിഴ്നാട്ടിലെ അടുത്ത മുഖ്യമന്ത്രി ഇയാൾ തന്നെയെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം ഇവിടെ വന്നിരിക്കുന്നവരാരും അത് വെള്ളം കിട്ടിയില്ല എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ടെങ്കിലും 5:30 മണി വരെ ഇപ്പോൾ ഒരാൾ പറയുന്നില്ല വെള്ളം കൊടുത്തില്ല, 7 മണിക്കല്ലേ സംഭവം, വെള്ളം തീർന്നു പോയിട്ടുണ്ടാവും. പക്ഷേ പോലീസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തുള്ള ഫെയിലിയറാണിത്. ഇത് റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് മാത്രമേ കേസെടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇത്രയും പേര് മരിച്ചു, 40 പേരോളം മരിച്ചിരിക്കുന്നു, 100-111 പേർക്ക് പരിക്കേറ്റ ആശുപത്രിയിലുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസെടുക്കാൻ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് മാത്രമേ നടക്കുകയുള്ളൂ, അല്ലാതെ നടക്കത്തില്ല. ഇതിനകത്ത് CBIക്ക് കേസ് കൊടുക്കണമെന്ന് ഇപ്പം അവിടുത്തെ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, മദ്രാസ് കോടതി. കാരണം വിജയ് നിന്നത് ഒരു വാനിൻ്റെ പുറത്ത് നമ്മൾ കണ്ടല്ലോ. അവിടെ വിജയ് അവിടുത്തെ ആ പ്രശ്നം ഉണ്ടാകുന്ന തൊട്ട് മുമ്പ് ഒരു കുപ്പി എടുത്തിട്ട് അവിടെ ഒരാൾ താഴെ വീഴുന്ന ബോധം കെടുന്ന പോലെ എന്തോ ഒരു മറിഞ്ഞു വീണപ്പോൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത് ഇയാളുടെ കയ്യിൽ നിന്ന്. അത് നമ്മൾ കാണണം, TV ക്കകത്ത് കാണാം. അതിനുശേഷം തൊട്ട് താഴെ വാനിനോട് ചേർന്ന് ഒരു കശവിശ കാണുകയാണ്. അത് നമ്മൾ ഇപ്പോഴും ശ്രദ്ധിച്ചോളൂ. അവിടെ 10, 30, 40, 50 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുക പിടിക്കുക ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അന്നേരം വിജയ് പറഞ്ഞൊരു വാക്കുണ്ട്, കൂടെ നിൽക്കുന്നവരെടുത്ത് പറഞ്ഞു, ആ ആളെ പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോകും. ആരോ എന്തോ ഒരു തരികട കാണിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഞാനങ്ങനെയാണ് ചിന്തിച്ചത്. അതാണ് ഇത് കംപ്ലീറ്റ് കലുഷിതമായത്. ഇതിനകത്ത് രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ വിജയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതിനകത്ത് ഇപ്പോൾ 40ഓളം ആൾക്കാർ മരിച്ചു എങ്കിലും നമുക്ക് ആ താങ്കളും ഇദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങി ആദ്യ നാൾ മുതൽ താങ്കളും ആദ്യ നാൾ കാണുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും ഇത് തന്നെ അവസ്ഥ. ആദ്യ സ്ഥലങ്ങളൊന്നും ഇത് ഉണ്ടാവാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇത്രയും ആൾക്കൂട്ടം അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വിജയ് വൈകി തന്നെ എത്തുന്നുണ്ട്. അവിടെയൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ, ബോധം കെട്ടി വീട്ടിലും അല്ലാത്ത കാര്യങ്ങൾ അവിടെയും ഉണ്ടാവുന്നുണ്ട്. കോടതി പറയുന്നുണ്ട്, 32 മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്, ഒന്നും പാലിക്കുന്നില്ല. അങ്ങനെ പറ്റുമോ? നോക്കട്ടെ, പോലീസല്ലേ? ഇല്ലില്ല, അത് അവരെ കൊണ്ട് പറ്റില്ല. കാരണം അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഇതുപോലെ ക്രൗഡ് ഉണ്ടാകുന്നിടത്ത് പോലീസാണ് അത് നിയന്ത്രിക്കേണ്ടത്. ഇവിടെ എത്ര പോലീസുകാർ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇത്ര ഇൻ്റലിജൻസ് ഫെയിലിയർ ഞാൻ പറയുന്നത് ഏകദേശം 1.5 ലക്ഷം പേരോളം അവിടെ വന്നിട്ടുണ്ടാകുന്ന കണക്കാകുന്നു. 10,000 പേരെ ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. 50,000 പേരെങ്കിലും വരുമെന്ന് ആയിക്കോട്ടെ ഇവർ കരുതിയത്. പക്ഷേ 1.5 ലക്ഷം പേര് അവിടെ വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുക. ആ ക്രൗഡ് കണ്ടില്ലേ? പോലീസ് എന്താണ് ചെയ്യേണ്ടത്? ഇന്റലിജൻസ് അല്ലേ? നമുക്ക് പോലീസിന്റെ വീഴ്ചയെ സംസാരിക്കാം. ഉറപ്പായും പോലീസിന്റെ വീഴ്ച ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ പോലീസിന്റെ വീഴ്ചയ്ക്ക് അപ്പുറം ഇവിടെ നാമക്കൽ നിൽക്കുമ്പോൾ തന്നെ കരൂര് 10 മണിക്ക് ആള് കൂടുന്നുണ്ട്. ഇക്കാര്യം വിജയ്ക്ക് അറിയാത്തതല്ല. ആദ്യ ദിവസങ്ങളൊക്കെ ആള് വിജയ് വരാൻ വൈകുന്നേരം ആളുകൾ കൂടി വരുന്ന വിജയ് കാണുന്നുണ്ട്. 12 മണിക്ക് കരൂരെത്തുമെന്ന് പ്രഖ്യാപിച്ച് വിജയ് എത്തുന്നത് വൈകുന്നേരം 7 മണിക്കാണ്. രാവിലെ 10 മണിക്ക് ആൾക്കൂട്ടം ഉണ്ടാവുന്നുണ്ട്. ഈ എന്താണ് ഈ വിജയുടെ വാഹനത്തിന്റെ കറുത്ത ഗ്ലാസ് കാരണം കാണാൻ പറ്റില്ല. നാമക്കൽ നിന്നുള്ളവർ അടക്കം വാഹനത്തിന് പിന്നാലെ കരൂരേക്ക് പുറപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊരു ദുരന്തത്തിലേക്ക് എത്തും എന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിയില്ലാത്ത ആളാണ് വിജയും കൂടെയുള്ള ആൾക്കാരും. ജോർജ് ജോസഫ്, അത് വേറെ ഞാൻ എന്നാന്നറിയോ, നമ്മൾ എത്ര വലിയ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ കണ്ടിരിക്കുന്നത്, അതൊക്കെ പോലീസ് നിയന്ത്രണത്തിലാണ് പോകുന്നത്. കാരണം ഇവിടെ ഇത്ര ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഇൻ്റലിജൻസുകാർ അത് നിയന്ത്രിക്കണ്ടേ? അതിനുള്ള പോലീസിനെ അവിടെ ഇറക്കണ്ടേ? വേറെ സ്ഥലത്തുനിന്ന് പോലീസ് വരണമെന്ന് അവിടെ. ഇതിപ്പോൾ അതിനകത്ത് ഒരു എൻക്വയറി, ഇപ്പം ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് സംഭവം ശരിയാണ് കാണുന്നവർക്ക് അതിനകത്തൊരു പാളിച്ച ഉണ്ടെന്ന് നമുക്കറിയാം. ആരുടെ ഭാഗത്തുണ്ടായി? അവിടെ എവിടെയെങ്കിലും ഒരു പോലീസുകാരനെ കണ്ടോ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക്? ഞാൻ കണ്ടില്ല. ഞാൻ അതും നോക്കിക്കൊണ്ടിരുന്നു. കാരണം ആ ഓരോ സ്ഥലത്തും പോലീസ് പിക്കറ്റ് ഇടണമെന്ന് അവിടെ, അല്ലെങ്കിൽ അവിടെ ചുറ്റുവട്ടത്ത് അവർ വേലി കെട്ടണം. ഇങ്ങനെയൊക്കെ ഒത്തിരി നടപടികളുണ്ട്. അതൊക്കെ പോലീസ് ഇവിടെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, പോലീസിൻ്റെ ഭാഗത്ത് ഫെയിലിയറായി. എല്ലാ സ്ഥലത്തും ഇതുപോലെ നമുക്ക് കർണാടകയിലുണ്ടായിട്ടുണ്ട് അപകടം. അത് രാഷ്ട്രീയ പാർട്ടിയിലെ യോഗികളുടെ അവിടെ കർണാടക, ആന്ധ്ര, അതുപോലെ UP-യിലെ എത്രയോ പേര് മരിക്കുന്നു. പേരുകളാണ് അങ്ങനെ മരണപ്പെട്ടു പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സ്റ്റാമ്പേഡ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കണക്കാണ്. അതിന് തർക്കമില്ല. അതെ അതുകൊണ്ടാണ് ഞാൻ പറയണത്. അത് ഞാൻ ഇതിനായിട്ട് ഇയാളെ കുറ്റപ്പെടുത്താനില്ല. കാരണം
അയാൾ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അത് അയാളുടെ രാഷ്ട്രീയത്തിന് ഡെഡ്ലി അഗൻസ്റ്റാണ് DMK. അപ്പോൾ അവർ കുറച്ചുകൂടെ സൂക്ഷിക്കണ്ടേ? ഇത് ആള് കൂടും, അവരുടെ ആളെക്കാട്ടും ആള് കൂടും. അതുകൊണ്ട് ആ ഒരു സംഭവത്തെ പറ്റി ഒരു പോലീസ് നെഗ്ലിജൻസ് തന്നെയാണ് ഞാൻ എന്തോ സംഭവിച്ചിരിക്കും. രജിരാജ്, ഒരു പോലീസ് വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് പറയാൻ കാരണം എന്താണ്? ഈ പറയുന്ന രീതിയിൽ 10,000 പേരുടെ അനുമതി പത്രത്തിൽ തുടങ്ങിയ ഒരു പരിപാടി 10,000 പേരും കടന്ന് 20,000 പേരും കടന്ന് 50,000 പേരും കടന്ന് 1,00,000 പേരും കടന്ന് 2,00,000 ആൾക്കാർ ചെറിയ സ്ഥലത്തേക്ക് എത്തുന്നത് ഈ പോലീസിന്റെ കൺമുന്നിലല്ലേ, സർക്കാരിന്റെ കൺമുന്നിലല്ലേ? എന്ത് ചെയ്തു കൊടുത്ത പോലീസ്? സർ, ഇതിൽ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും മേൽ ഇപ്പോൾ നടന്ന ദുരന്തത്തിൻ്റെ ഒരു പങ്കെങ്കിലും കെട്ടിവെക്കുന്നതിന് വിജയും അയാളുടെ ഫാൻസ് അസോസിയേഷനും ശ്രമിക്കും. തൻ്റെ പാപഭാരമൊന്ന് കുറഞ്ഞു കിട്ടുമെങ്കിൽ അത് ഗവൺമെൻറ്റും കൂടെ പങ്കിട്ട് എടുക്കുമെങ്കിൽ നന്നായിരിക്കുമെന്നാണ് അയാളുടെ ഒരു വിചാരം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോലീസ് ഇതിൻ്റെ ആദ്യം മുതൽ ഈ വിജയുടെ പരിപാടിയിൽ അപശ്രുതികൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ്റും പോലീസും ഇതിന് കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ശ്രമിച്ചതാണ്. പക്ഷേ അത് DMK അയാളുടെ പരിപാടികളെ മനഃപൂർവ്വമായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് കാട്ടി അയാൾ മാധ്യമങ്ങളോട് മാത്രമല്ല, അയാൾ മദ്രാസ് ഹൈക്കോടതിയെ കൂടി സമീപിച്ച ഘട്ടത്തിൽ പോലീസ് ഗവൺമെൻറ് ഇത്തരത്തിലാൾ സംഘടിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധിപ്പിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചെന്നൈ ഹൈക്കോടതി ഇതിന്മേൽ സർക്കാർ ഈ പരിപാടികൾക്ക് പെർമിഷൻ കൊടുക്കുന്നതിന് മുന്നായി സ്വീകരിക്കേണ്ട നിബന്ധനകൾ സംബന്ധിച്ച് സർക്കാർ വിജയെ ബോധ്യപ്പെടുത്തേണ്ട നിബന്ധനകളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ അതൊന്നും പാലിക്കാതെ അയാൾ ചെയ്തത് എന്താണ്? അയാൾ ആദ്യം മുതൽ തന്നെ ചെയ്ത്, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അയാൾ മണിക്കൂറുകൾ മാത്രം താമസിച്ച് ഒരു യോഗവേദിയിലെത്തുകയാണ്. അതായത് അയാളുടെ മഹത്വം, അയാളെ ആളുകൾ മണിക്കൂറുകളോളം ക്ഷമയോടുകൂടി കാത്തിരുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അയാൾ മണിക്കൂറുകൾ താമസിച്ച് വരികയാണ്. അങ്ങനെ വന്നതിൻ്റെ പരിണത ഫലമാണ് ഈ ദുരന്തം. പോലീസിനെ സംബന്ധിച്ചാണെങ്കിൽ DMKയുടെ ഒരു വലിയ പരിപാടി ഇപ്പോൾ അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. ആ പരിപാടിയിൽ അണിനിരുന്നതിനേക്കാൾ കൂടുതൽ പോലീസ്, DSPമാർ, ഇൻസ്പെക്ടർമാർ, സബ് ഇൻസ്പെക്ടർമാരടക്കം ഏതാണ്ട് 650-ലേറെ പോലീസുകാർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ DMKയുടെ രാഷ്ട്രീയം ഇല്ല, ഒരു തെറ്റിദ്ധരിപ്പിക്കലില്ല. ഇവിടെ നമുക്ക് DMKയുടെ രാഷ്ട്രീയം, TVKയുടെ രാഷ്ട്രീയം, TVK DMK എങ്ങനെ പറയുന്നു എന്നതല്ലല്ലോ പ്രശ്നം. ഇവിടെ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഭരണകൂടത്തിന് ഉത്തരവാദിത്വം എന്താണ്? ഈ പറയുന്ന പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ലംഘിക്കുന്ന രീതിയിലേക്ക് ആൾക്കൂട്ടം വളർന്നു വലുതാവുന്നു. അങ്ങനെ വളർന്നു വരുന്ന ആൾക്കൂട്ടം വലിയ ഗതാഗത തടസ്സം ഉണ്ടാവുന്നുണ്ട്. അത് വളരെ ചെറിയ ഏരിയ ആണ്. അത് നിയന്ത്രിക്കേണ്ട പക്ക ഉത്തരവാദിത്വം പോലീസിനുണ്ട്. എന്ത് വില കൊടുത്തും അത് ചെയ്തില്ല പോലീസ്, അത് ചെയ്തില്ല സർക്കാർ. ഇതിൽ പോലീസിനെയും ജുഡീഷ്യറിയും ഒക്കെ കബളിപ്പിക്കുകയാണ് വിജയ് ചെയ്തത്. വിജയുടെ സംഘടനാ മിഷണറി എന്ന് പറയുന്നത് അപക്വമതികളായിട്ടുള്ള കുറച്ച് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളാണ്. അവർക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ജനങ്ങളുടെ മേലെ യാതൊരു നിയന്ത്രണവുമില്ല. അവരാരും ക്ഷണിച്ചിട്ട് വന്നതുമല്ല. ഇയാളെ കാണുന്നതിന് വേണ്ടി, സിനിമയിൽ ഇയാളെ വലിയ ആക്ഷൻ ഹീറോ ഒക്കെ ഉണ്ട്, ഇയാളെ കാണുന്നതിന് വേണ്ടി എത്തിയ ജനക്കൂട്ടമാണ്. അല്ല TVKയുടെ രാഷ്ട്രീയ മുദ്രാവാക്യം കണ്ട് സന്തോഷിച്ച് നാളെ അയാൾ മുഖ്യമന്ത്രിയായി എല്ലാവരെയും അങ്ങ് ക്ഷേമപ്രവർത്തനങ്ങളിൽ ആറാടിച്ചുകൊള്ളുമെന്ന് കരുതി വന്ന ജനക്കൂട്ടമല്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇയാൾ ജുഡീഷ്യറി തെറ്റിദ്ധരിപ്പിച്ചു, ഗവൺമെൻറ്റിനെ മിസ്ഗൈഡ് ചെയ്തു, അതുപോലെ പോലീസിനെ മിസ്ഗൈഡ് ചെയ്തു. ഇയാൾ പറഞ്ഞതെല്ലാം കളവാണ്. 10,500 പേര് പങ്കെടുക്കും എല്ലാം അയാളല്ലേ. തമിഴ്നാട് മുഴുവൻ മണ്ഡലങ്ങളിലും അയാൾ മത്സരിക്കുന്നു. ഇത് 10,000 പേര് പങ്കെടുക്കുന്ന പരിപാടി ഓൾ ഓഫ് എ സഡൻ 2,00,000 പേര് പൊട്ടി വീഴുന്നതല്ലോ. ഇത് രാവിലെ 10 മണി മുതൽ ഗ്രാജുവലി വളർന്നു വരുന്ന ജനക്കൂട്ടമാണ്. നാമക്കൽ നാളുകൾ ഇയാളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറയാനുള്ള സംവിധാനങ്ങൾ പോലീസിൽ ഉണ്ടാവണം. ഇന്റലിജൻസ് സംവിധാനം എന്ന് പറയുന്നൊരു സംവിധാനമാണത്. ഇത് ഈ ആൾ കൂടി, അല്ലെങ്കിൽ അവിടെ ഒരു മരക്കൊമ്പുണ്ട്, ആ മരക്കൊമ്പിൽ ആൾ കയറിയിരിക്കുന്നുണ്ട്, ആ മരക്കൊമ്പ് ഒടിഞ്ഞു വീഴും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം TVKയ്ക്ക് മാത്രമല്ല, അവിടുത്തെ കളക്ടർക്കുണ്ട്, പോലീസിനുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്, അവിടെ ഭരണകൂടത്തിനുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നിങ്ങൾ മിണ്ടാതിരുന്നു ശ്രീ രജരാജ്. സർക്കാർ ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് ആദ്യം മുതൽ, അത് കോടതി മുമ്പാകെയും സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ഗവൺമെൻറ് മെഷീനറി ഉപയോഗിച്ച് മാത്രം ലക്ഷക്കണക്കായിട്ടുള്ള ആളുകളെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. അതിന് വ്യക്തമായിട്ടുള്ള ഒരു സംഘടനാ നേതൃത്വം ഉണ്ടാകണം, അതിന് ക്രമമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം. ഇത് വന്നു ചേരുന്നത് അയാളുടെ ഫാൻസ് അസോസിയേഷനാണ്. ആ ജില്ലയിലുള്ളവർ മാത്രമല്ല,
സമീപസ്ഥ ജില്ലകളിലുള്ളവർ, വിദൂരങ്ങളിലുള്ളവർ ഒക്കെ അയാളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾ പറഞ്ഞു ഗർഭിണികളും കുട്ടികളും ഒന്നും വരണ്ട. രജിരാജ്, അതെന്തൊരു എന്നാൽ ബാലിശമായ അയാള് വാദമാണ്. ആത്മാർത്ഥമായിട്ട് വിജയ് എന്ന് പറഞ്ഞതല്ല. പറയുന്ന നടനാണ്, തമിഴ്നാട്ടിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായ നടനാണ്. പിന്നെയാണോ അത് രാഷ്ട്രീയക്കാരനാവുന്നേ? ക്രൗഡ് പുള്ളറായ നടൻ ഇറങ്ങുമ്പോഴേക്കും 10,000 പേരെന്ന് പറഞ്ഞാൽ എണ്ണിച്ചുട്ടം അപ്പം പോലെ 10,000 എന്ന് വരും എന്നങ്ങ് തെറ്റിദ്ധരിച്ചിരുന്നോ? വിജയ് ഇറങ്ങുമ്പോൾ ആള് കൂടും. അത് നിയന്ത്രിക്കാൻ സംവിധാനം ഉണ്ടാവണം, പോലീസ് ഉണ്ടാവണം എന്നത് ഭരണകൂടത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമല്ലേ രാഷ്ട്രീയത്തിനപ്പുറം? രജിരാജ്, ശരിക്കും പറഞ്ഞാൽ അയാൾ ഇത്ര മണിക്കൂറുകൾ വൈകി വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ദുരന്തം അവിടെ ഉണ്ടായതെന്ന് ഞാൻ വ്യക്തമായും പറയും. അത്രയും മണിക്കൂറുകൾ വൈകാതെ അയാൾ പിന്നെ ചെന്നൈയിൽ നിന്നും അയാൾ നാമക്കലായിരുന്നു രാവിലത്തെ പരിപാടി, 8:45 വരുമെന്ന് പറഞ്ഞു. അയാൾ നാമക്കൽ എത്തിയത് ഏതാണ്ട് 12 മണിക്കാണ്. അതുപോലെ 12 മണിക്ക് കറൂരെ പരിപാടി, അയാൾ വന്നത് രാത്രി 7 മണിക്ക്. ഇത്രയും നേരം ആളുകളെ മൊബിലൈസ് ചെയ്യാന്നുള്ള ദുരുദ്ദേശമായിരുന്നു അയാൾക്കുള്ളത്. ഇത് ഇത്രത്തോളം കടന്നു പോകുന്ന ഒരു ഗവൺമെൻറ്റും പ്രതീക്ഷിക്കുകയില്ല, ഒരു പോലീസ് സംവിധാനവും പ്രതീക്ഷിക്കുകയില്ല. ശരിക്കും പറഞ്ഞാൽ വിജയ് എന്ന് പറയുന്ന ചലച്ചിത്ര നടൻ ക്ഷണിച്ച് വരുത്തിയ ദുരന്തമാണ് കറൂരിലെ. അല്ല രജിരാജ്, അങ്ങനെ എങ്ങനെയാണ് പ്രതീക്ഷിക്കാതിരിക്കുക? വിജയുടെ ആദ്യ പരിപാടി മുതൽ ഈ ആൾക്കൂട്ടം വന്നേ. രജിരാജ്, അതെങ്ങനെയാണ് സർക്കാർ ഇത് ഈ പറയുന്ന സ്ഥലത്ത് മാത്രം ഉണ്ടായ ഒരു പ്രത്യേക പ്രതിഭാസമല്ല. വിജയുടെ ആദ്യ പരിപാടി മുതൽ ഇതേ ആൾക്കൂട്ടമാണ്, ഇതേ അനുഭവമാണ്, ഇതേ വൈകി വരലാണ്. 3 ദിവസം കഴിഞ്ഞു. അപ്പോഴും എന്താ സർക്കാർ ഇതൊന്നും എല്ലാം അപ്രതീക്ഷിതമാണോ? പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങുമ്പോൾ മാധ്യമങ്ങളടക്കമുള്ള ആളുകളുടെ ഒരു മുറവിളി എന്ന് പറയുന്നത് TVKയുടെ പരിപാടിയെ DMK പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു, തടയാൻ ശ്രമിക്കുന്നു, പോലീസിനെ ഉപയോഗിച്ച് തടയാൻ ശ്രമിക്കുന്നു. ഇതാണ് മുറവിളി എപ്പോഴും. അതിനുശേഷം കോടതിയിൽ അവർ തന്നെ പോവുകയാണ്. അവർ പോകുമ്പം സ്വാഭാവികമായിട്ടും ജുഡീഷ്യറി മുമ്പാകെ പോയിട്ട് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ കാണും, അല്ലെങ്കിൽ കോടതിയോടുള്ള ആദരവെങ്കിലും പരിപാലിച്ച് ആ പറയുന്ന കാര്യങ്ങൾ, ആ നിബന്ധനകൾ പരിപാലിക്കുമെന്നല്ലേ ഒരു ഗവൺമെൻറ് പ്രതീക്ഷിക്കാൻ കഴിയും. സർക്കാരിനെ പ്രതിരോധിച്ചുകൊണ്ട് വിജയും TVKയും കോടതിയിൽ പറഞ്ഞ എന്താണ്? പിന്നെ ഞങ്ങൾ കോടതി പറയുന്ന എല്ലാ നിബന്ധനകളും പരിപാലിച്ച് മാത്രമേ ഇനി മുതൽ പരിപാടി നടത്തുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ പറയുന്നത് 10,500 പേരിൽ കൂടുതൽ വരില്ലെന്നാണ്. അതിൻ്റെ 5 ഇരട്ടി ഗവൺമെൻറ് പ്രതീക്ഷിച്ചാൽ പോലും 50,000 വരൂ. അതിലേറെ ആളുകളെ ഇതെല്ലാം സ്വയം വന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഇത് വിജയ് തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതിന് വേണ്ടി വിജയ് മനഃപൂർവ്വം തന്നെ പല ജില്ലകളിൽ നിന്നും എല്ലാവരെയും കൊണ്ടുവരുന്നതിന് സാമ്പത്തികം അടക്കമുള്ള കാര്യങ്ങൾ ചെലവാക്കി കൊണ്ടുവന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അയാൾ താമസിച്ചും വന്നത്. അയാളുടെ പ്രാഗൽഭ്യം, അയാളുടെ നിങ്ങൾ വിജയുടെ രാഷ്ട്രീയം കുറ്റം പറയുമ്പോൾ, വിജയ് നിങ്ങളുടെ രാഷ്ട്രീയത്തെ കുറ്റം പറയുമ്പോൾ, അവിടെ 40 പേർ മരിച്ചു. ആർക്ക് പോയി? 40 പേർ വീട്ടുകാർ, കുഞ്ഞുങ്ങൾക്കൊക്കെ പോയി എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ CR നീലകണ്ഠൻ ഇവരൊന്നും പണക്കാരൊന്നുമല്ല. കാശുള്ള വീട്ടിലെ ഒരു പിള്ളേരും ആ ജനക്കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പാവങ്ങളാണ്, അത്താഴപ്പട്ടിണിക്കാരാണ്. ആ ദിവസം പോയി അധ്വാനിച്ച് ആ ദിവസത്തെ വീട്ടിൽ പൈസ കൊണ്ടുവന്നില്ല, ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവങ്ങളാണ് ഒരു 99%. CR നീലകണ്ഠൻ 32 നിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വെച്ചു. അപ്പോൾ വിജയ് പറഞ്ഞ എന്താണ്? ഞങ്ങളെ ഇപ്പോൾ നേരത്തെ രജിരാജ് പറഞ്ഞു, ഞങ്ങളെ പേടിച്ചാണ് DMK ഇതൊക്കെ ചെയ്യുന്നത്. കോടതിയിലേക്ക് പോയി വിജയ്. കോടതി ചോദിച്ചു, ജനത്തിൻ്റെ ജീവൻ എന്താ വിലയില്ലേ? ജനക്കൂട്ടത്തെ വിജയ് നിയന്ത്രിക്കണം. പുല്ലുവില കൊടുത്തിട്ടില്ല CR നീലകണ്ഠൻ. എന്നിട്ട് ഈ പറഞ്ഞ ഡ്രോൺ ഷോട്ട് വെച്ചിട്ട് ഈ കടൽ പോകാൻ നിൽക്കുന്ന ആൾക്കൂട്ടത്തെ കാണിക്കുകയും ചെയ്യും. വിജയെ കാണാൻ, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഭാവി മുഖ്യമന്ത്രിയെ കാണാൻ ഇരമ്പി എത്തുന്ന ജനക്കൂട്ടം എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കിയോ ബോധപൂർവം? തീർച്ചയായിട്ടും അതിൽ ഒരു സംശയമില്ല. വിജയുടെ ഭാഗത്ത് 100% തെറ്റുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അതിനിപ്പോൾ നമുക്ക് എന്തൊരു എക്സ്ക്യൂസും വിജയിക്കില്ല. കാരണം വിജയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആളുകൾ വരുമെന്നും ഇത്ര വൈകുന്നത് വലിയ തെറ്റാണെന്നും ഇപ്പോഴും വിജയ് ഫാൻസ് അസോസിയേഷൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത്രയും വൈകി ഇത്ര ആളുകളെ, അതും തിങ്ങിക്കൂടിയ ഒരു സ്ഥലത്ത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു പോലീസ് 4 സ്ഥലം കാണിച്ചു, 5ാം സ്ഥലം. ഈ 4 സ്ഥലമാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ 4 സ്ഥലത്താണെങ്കിലും 2 ലക്ഷം പേരെ കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെ ഇല്ല, അല്ലെങ്കിൽ 1.5 ലക്ഷം പേരെ വേണ്ട, 50,000 പേരെ പോലും കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും വിജയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഗുരുതരമായൊരു തെറ്റ് വിജയുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, അത് കാശ്മീർ അത് അങ്ങനെ എടുത്തില്ല. അതായത് ഒരിക്കലും വിജയ്ക്ക് കണക്കൂട്ടാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. വിജയ്ക്ക് അറിയാം ആൾ കണ്ടമാനം ജനം വരുമെന്നറിയാം. അങ്ങനെ ജനം വരുമ്പോൾ എങ്ങനെയാണ് ഈ ആളുകളെ അപകടം കൂടാതെ നിർത്തേണ്ടത് കരൂർ പോലെ ചെറിയൊരു പട്ടണത്തിൽ എന്നാലോചിക്കാനുള്ള ബുദ്ധി ഭാവി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കും ഉണ്ടാവണം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ DMK ആൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ കൂടുതൽ കൊടുത്താൽ അത് രാഷ്ട്രീയമായി അത് ദുരുപയോഗം ചെയ്യും. പക്ഷേ പോലീസിൻ്റെ നിർദ്ദേശം അല്ലല്ലോ, കോടതി വിജയ്ക്ക് കൊടുത്ത നിർദ്ദേശമുണ്ട്. വിജയ് കോടതിയിൽ പോയി കോടതി കൊടുത്ത നിർദ്ദേശങ്ങളുണ്ടല്ലോ.
പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതില്ല എന്ന് കോടതി പറഞ്ഞില്ലല്ലോ. അപ്പോൾ കോടതി പോയത് വിജയ് തന്നെ ആയതുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കോടതി തന്നെ വിജയോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയാതിരിക്കുന്ന ആരുടെ കുഴപ്പമാണ്? ആ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ സംഭവിക്കില്ല. ഇപ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് കണ്ട യോഗങ്ങളിലും ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചു, ബൗൺസർമാരെ ഉപയോഗിച്ച് ആളുകളെ അടിച്ചോടിക്കുക, തള്ളി നിലത്തേക്ക് ഇടുക. ഇത്തരം തരികിട പരിപാടികൾ എന്തിനാണ്? ഇത് ഒരു എന്താ പറയുക, ലാർജർ ദാൻ സൈസ് അല്ലെങ്കിൽ ഒരു എബോവ് ഹ്യൂമൻ ക്യാരക്ടറാണ് താൻ എന്ന് കാണിക്കലാണ് സിനിമയിലെ പോലെ. പക്ഷേ രാഷ്ട്രീയത്തിൽ അതല്ല, സാധാരണ മനുഷ്യരാണ്. നേരത്തെ അഷ്മി പറഞ്ഞത് വളരെ ശരിയാണ്. അന്നന്നത്തെ അപ്പത്തിന് വിയർപ്പ് ചിന്തുന്ന ആളുകളാണ് വിജയെ കാണാൻ വന്നവർ. അവർ നാളെ വിജയ്ക്ക് വോട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അവർ ഇന്ന് കാണണം എന്ന് തീരുമാനിക്കുന്നു. സിനിമാ താരത്തെ കാണുക. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അതല്ലേ ഹാഷ്മി? തമിഴ്നാട് എന്നും അങ്ങനെയല്ലേ? തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും ഇഴവരിഞ്ഞല്ലേ കിടക്കുന്നത്? നമുക്ക് എവിടെയാണ് വേർപിരിച്ചെടുക്കാൻ കഴിയുക? അണ്ണാദുരൈ മുതൽ അങ്ങനെ തന്നെയല്ലേ? ഇവരെ ലാർജർ ദാൻ സൈസാക്കി ഈ സിനിമാ താരങ്ങളെ അവതരിപ്പിക്കും. അത് MGR ആയാലും ഒരു കഴിഞ്ഞപ്പോൾ ജയലളിത ആയാലും. ഇപ്പം എല്ലാവർക്കും അത് കിട്ടിയില്ല, വിജയ്ക്കിപ്പോൾ അത് കിട്ടി. അങ്ങനെ വരുമ്പോൾ രജനീകാന്ത് എന്താ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പോകുന്നത്? എത്ര ബുദ്ധിപൂർവമായ തീരുമാനം! അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിനെ കാണാനുള്ള ജനങ്ങൾ ഓടിക്കൂടിയാൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവുമെന്നറിയാം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ തീർച്ചയായിട്ടും വിജയ് ഒന്നാം പ്രതി തന്നെയാണ് ഈ കാര്യത്തിൽ, ഒരു തർക്കമില്ല. ഇതിനു മുമ്പുള്ള അവസരങ്ങൾ വായിക്കുക. രണ്ടാമത്തെ കാര്യം, പോലീസിനെ ഞാൻ ഒഴിവാക്കുന്നൊന്നുമില്ല. പോലീസിൻ്റെ ഇൻ്റലിജൻസ് നേരത്തെ നമ്മുടെ SP സാർ ചോദിച്ച പോലെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് എവിടെയായിരുന്നു? പോലീസിന് എന്താണ് ആ ഇൻ്റലിജൻസ് അനുസരിക്കാത്ത? ഇനി പോലീസ് അതിൽ ഇടപെട്ടിട്ട് വിജയ് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ കോടതി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യണമെന്ന് പറയില്ലേ? ഞാൻ പറഞ്ഞ പോലീസ് ഇൻ്റലിജൻസ് ഉപയോഗിച്ചില്ല, അത് വളരെ വലിയ തെറ്റാണ്. വിജയുടെ യോഗങ്ങളുടെ മുൻകാലത്തെ അനുഭവത്തിൽ നിന്നും ഉപയോഗിച്ചില്ല. ഇപ്പോൾ ഈ ട്രാഫിക് കൂടുതൽ ഇത്രയും 3-4 മണിക്കൂർ നാമക്കൽ നിന്ന് കരൂർ എത്താൻ എടുക്കുന്നു. അതെന്താ? അപ്പം ഇത്ര ആളുകൾ ഇവിടെ ഉണ്ട്, ആ ട്രാഫിക് നിയന്ത്രിച്ച് വിജയ് എങ്ങനെയെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല. പോലീസിൻ്റെ ജോലി എന്താ? ട്രാഫിക് നിയന്ത്രിച്ച ഇയാളെ ഇവിടെ എത്തിക്കലാണ്. അതിനെത്ര പൈലറ്റ് വാഹനങ്ങളുണ്ടാവും? അപ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമില്ല. എൻ്റെ പ്രശ്നം ഹാഷ്മി ആദ്യം എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഇതിലാരെങ്കിലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമോ? ഇല്ല ഹാഷ്മി, എനിക്കൊരു സംശയവും ഇല്ല. ഈ തർക്കം ഇങ്ങനെ തുടരും. അടുത്ത തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ തർക്കം തുടരും. ഈ തർക്കം തുടരും, ഒരു പ്രതി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ കേസെടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ 2 കൈയിലും വിലങ്ങ് വെച്ച് വിജയ് അത് വെച്ച് ചിലപ്പോൾ എൻകാഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിജയ് അറസ്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് ഞാൻ കാണുന്നത്. അതെ, കോടികൾ മറിയുന്ന ഒരു പണി കൂടിയാണല്ലോ. PR ഇറങ്ങും, PR ഏജൻസികൾ ഇറങ്ങും, അതിനെയും വോട്ടാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടാവും. നമ്മൾ പറയുന്നത് തന്നെയാണ്, പോയപ്പോൾ ആർക്ക് പോയി? ആ 40 വീട്ടുകാർക്ക് മാത്രം പോയി എന്നാണ്. അനന്തു പടിക്കൽ, നിങ്ങളുടെ താരത്തിൻ്റെ അല്ലെങ്കിൽ TVK നേതാവിൻ്റെ രാഷ്ട്രീയ വഴിയിൽ അതിനി എത്ര കാലം കഴിഞ്ഞാലും 40 മനുഷ്യരുടെ ജീവൻ്റെ ചോരപ്പാട് കിടപ്പുണ്ട്. അതിന് വിജയ് നിയമവഴിയിൽ അല്ലാതെ പരിഹാരക്രിയ ചെയ്യണ്ടേ? തമിഴകത്തോട് സമസ്താപരാധം, നിരുപാധികം മാപ്പ് പറയണ്ടേ? ശ്രീ അനന്തു പടിക്കൽ, ഇവിടെ ഈ 7 മണിക്കൂർ 8 മണിക്കൂർ വൈകി വരലിന് യാതൊരു വിധമായ ന്യായീകരണവും ഇല്ല. 7 മണിക്കൂർ 8 മണിക്കൂർ ഈ പറയുന്ന പാവങ്ങളെ പൊരിവെയിലത്ത് നിർത്തുന്നതിന് ഒരു തരത്തിലും ന്യായീകരണമില്ല. ബാക്കി എന്തൊരു ന്യായീകരണം ഉണ്ടാക്കാൻ നോക്കിയാലും വിജയ്. ശ്രീ അനന്തു സാർ, അതിന് മറുപടിക്ക് മുമ്പ് നമ്മുടെ DMK നേതാവ് ഒരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. സാമ്പത്തികമായിട്ട് പൈസ കൊടുത്താണ് അവിടെ സമ്മേളനത്തിനും മറ്റുമൊക്കെ ആൾ കൂട്ടുന്നത് എന്നുള്ളത് DMK നേതാവിനെ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ 200 രൂപയും കോഴി ബിരിയാണിയും കൊടുത്ത് ആളെ കൂട്ടുന്ന കണക്കല്ല തളപതിക്ക് TVK പാർട്ടിക്ക് ജനങ്ങൾ വരുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ മരണം സംഭവിച്ചതും ഇതിന് എന്താണ് നടന്നത് എന്നുള്ളതിൻ്റെ മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. നാളെ ഇത് അവിടെ ഉണ്ടായ സംഭവം, ഇത് അങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതിനുള്ള മറുപടി നാളെ എന്തായാലും കൊടുക്കും. സംഭവിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ഈ സംഭവിച്ചത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരുന്നു, നമ്മൾ ആൾ കൂടുന്നതും ഈ എയർപോർട്ട് തൊട്ട് ഇത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതും എല്ലാം. ആദ്യത്തെ പരിപാടി നമ്മൾ നടത്തിയത്, ആദ്യത്തെ പര്യടനം നടത്തിയത് തന്നെ നമ്മളെ തിരുച്ചിയിലാണ്. തിരുച്ചിയിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ പോകുമ്പോൾ അത്രയും മണിക്കൂറുകൾ എടുത്തത് കൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ബസ്സിലല്ല, നമ്മളെ പ്രൈവറ്റ് വണ്ടിയിലാണ് നമ്മൾ അവിടുന്ന് ആദ്യ പരിപാടി നടക്കുന്ന തൊട്ട് മുമ്പുള്ള സ്ഥലങ്ങളിൽ വരെ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കും ഇത്രയും സമയവും നമുക്ക് പോവാതിരിക്കാൻ ഈ നാമക്കലിലെ ആദ്യ പരിപാടി തുടങ്ങേണ്ടത് അസ്പർ പെർമിറ്റ് തുടങ്ങേണ്ടത് 8:15 തുടങ്ങി 9:45 പൂർത്തിയാക്കണം. അങ്ങനെയാണല്ലോ സമയക്രമം. 8:30 തുടങ്ങി 9:45 പൂർത്തിയാക്കണം. 8:15 വിജയുടെ വീട്ടിൽ നിൽക്കുക. എയർപോർട്ടിൽ ഇറങ്ങുന്നേ ഉള്ളൂ കുളിച്ചോണ്ട്. എയർപോർട്ടിലോട്ട് ഇറങ്ങി, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെയും 10-20 കിലോമീറ്റർ പോയിട്ട് വേണം ഇപ്പം നാമക്കലിലോട്ട് എത്താൻ. അപ്പം മനഃപൂർവ്വം വൈകിക്കലല്ലേ?
മനഃപൂർവ്വം വഹിക്കലല്ല സർ. നമ്മളവിടെ മനഃപൂർവ്വം വൈകി ഇപ്പോൾ ഈ പറയുന്ന നമ്മളിപ്പോൾ നാമക്കലിൽ നിന്നും അടുത്ത പറയുന്ന കരൂരിലോട്ട് വരാൻ 5 മണിക്കൂർ 6 മണിക്കൂർ എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ് സിസ്റ്റമുണ്ട്, അവിടെ ഒരു പോലീസ് സിസ്റ്റമുണ്ട്. അവർക്കറിയാം ഇത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് അത് ക്ലിയർ ചെയ്ത് കാര്യങ്ങൾ നേരത്തെ ആക്കി അവിടെ അത്രയും ഈ 5 മണിക്കൂർ വരുമ്പോൾ ഇത്രയും ജനങ്ങൾ അവിടെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിനുവേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് പോലീസാണ്. അത് എന്തുകൊണ്ട് ആ വീഴ്ച പറ്റിയത് അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ പോലീസിനുമാണ്, അല്ല തളപതിക്കല്ല. തളപതി അപ്പോഴും ഒരു കുട്ടിയെ കാണാതായപ്പോഴും ആ കുട്ടിയെ കണ്ടുപിടിച്ച് കൊടുക്കാനും അല്ലെങ്കിൽ അവിടെ ഒരു ആംബുലൻസ് പോകുമ്പോൾ പോലും ആംബുലൻസിനെ വഴി കൊടുക്കാനും പറയുന്നതാണ്. കാരണം ഈ നടന്ന 3 പരിപാടികളും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. തളപതി വരുന്ന പരിപാടികളിലെല്ലാം ഒന്നെങ്കിൽ കറണ്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൈക്കിൻ്റെ കട്ട് ചെയ്ത് കളയുക. ഈ പരിപാടി നടന്ന് ഇത്രയും ദുരന്തമുണ്ടായി, ഈ 40 പേര് മരിക്കാനുണ്ടായ കാരണവും ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. ഇവിടുത്തെ മാധ്യമങ്ങളിൽ അത് വന്ന് കാണില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇവിടുത്തെ DMK നേതാവ് അതിനെക്കുറിച്ച് കണ്ടതും കാണില്ല. ആ പരിപാടി കഴിഞ്ഞ് ഇന്നലെ അവിടുത്തെ റിപ്പോർട്ടുകൾ പലതും നോക്കിയാൽ മതി. അവിടെ വന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് കത്തി കൊണ്ട് കുത്തുകയും വെട്ടുകയും ചെയ്ത സംഭവങ്ങൾ വരെ അവിടെ ഉണ്ട്. ഇതെല്ലാം എന്നിട്ട് ചെരുപ്പെടുത്തെറിയുക, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അവർ പ്ലാൻഡായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് ദിവസം ഇവരുടെ കരൂരിൽ നടന്നൊരു സമ്മേളനം DMKയുടെ അവിടെ 1 ലക്ഷം കസേരയിട്ട് 1.5 ലക്ഷം പേര് പുറത്തിട്ട് വന്നു നിന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങൾ വലിയ സംഭവമാണ് എന്നൊക്കെ കാണിക്കാൻ. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം ചോദിക്കുന്നു, നമ്മൾ ചോദിക്കുന്ന സ്ഥലങ്ങൾ കൊടുക്കാതെ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസും മറ്റുമൊക്കെ കയറ്റി വിട്ടിട്ട് അവിടെ അപകടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അതിനുള്ള മറുപടികളാണ് നമ്മൾ പറഞ്ഞത്. നാളെ എന്തായാലും നമ്മൾ കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഏതായാലും ഇപ്പം വിജയ് സാറിന് ഈ 40 പേര് മരിച്ചതിനകത്ത് എന്തായാലും ദുഃഖമുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അതിനുള്ള മറുപടികളും അവിടെ കൊടുക്കുകയും. പക്ഷേ ഈ കോൺസ്പിറസി തിയറികൾ, ചെരുപ്പ്, കല്ല് എന്നൊക്കെയുള്ളത് എത്രത്തോളം ഈ 40 പേരുടെ ജീവന്റെ മുന്നിൽ വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് വരും ദിവസങ്ങൾ, വരും മണിക്കൂറുകൾ കാത്തിരുന്നതാണ്. ചിലപ്പോൾ തമിഴ്നാടാണ്, ചിലപ്പോൾ ഈ പറയുന്ന വർക്കൗട്ട് ആയേക്കാം. എപ്പോഴും നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആത്യന്തികമായി നഷ്ടപ്പെടുന്ന വീട്ടുകാർക്ക് മാത്രമാണ്. ദിനേശ്, താങ്കൾ സംഭവ സമയത്ത് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അത്തരത്തിലൊരു TVK വിജയൊക്കെ പറയുന്നത് പോലെ ഒരു ബാഹ്യ ഇടപെടലിൻ്റെ, ഒരു അട്ടിമറിയുടെ പരിപാടി മനഃപൂർവ്വം കുളവാക്കി, സ്റ്റംപേഡ് മനഃപൂർവ്വം ഉണ്ടാക്കി വിജയുടെ രാഷ്ട്രീയ ജീവിതം തുലയ്ക്കാൻ ഉള്ളൊരു പ്ലാനായി തോന്നിയോ ദിനേശ്? അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. മെയിനായിട്ട് ഇവര് പാർട്ടി പ്രവർത്തകരെന്ന് പറയാൻ പറ്റില്ല, വിജയിന്റെ ആരാധകരായിരുന്നു. താങ്കളും വിജയ് ആരാധകനാണോ? അപ്പോൾ ഒരു വിജയ് ഫാനാണോ? വിജയെ കാണാൻ പോയതാണോ? അല്ല സാർ, അല്ല എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ പോയതാണ്. ശരി, വിജയം വന്നാൽ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചാൽ. ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഞാനും വേലിച്ചാമ്പലത്ത് തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ വീടിൽ നിന്ന് ഒരു 100 മീറ്ററുള്ളൂ ഈ പരിപാടി നടന്ന സ്ഥലം. അതുകൊണ്ട് ഞാൻ വൈകിട്ടൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ട് അങ്ങനെ പോയതാണ്. ഒന്നും പറയാൻ പറ്റും, എല്ലാം പറയാൻ പറ്റില്ല. അതും തികച്ചങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെ മേലും കുറ്റമുണ്ടാകാം. കാരണം പോലീസ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ 1-2 പോലീസുകാരുടെ സഹായത്തോടു കൂടിയാണ്, ഞാനടക്കമുള്ള കുറച്ച് ജെൻസ് രക്ഷപ്പെടാൻ കാരണത്തിന് 4-5 പോലീസുകാരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ പുറത്തു വന്നത്. അവരും കുറച്ച് പാർട്ടി പ്രവർത്തകരായിട്ട് ഒരു ചെറിയ കശപിശ ഉണ്ടായി. ആ വിജയൻ്റെ വാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ആ സ്ഥലത്തായിരുന്നു ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ഇടപെടൽ കാരണമാണ് ഞങ്ങൾ കുറച്ച് പേര് രക്ഷപ്പെടാൻ കാരണം അവരാണ്. അതേപോലെ ഈ കല്ലേറുണ്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് തിരക്കുകളുണ്ടാവാൻ കാരണം വണ്ടിയിൽ വിജയ് സാർ വന്നത് മാത്രമല്ല, കൂടെ കുറേ പേര് വന്നു. അപ്പോഴാണ് ഈ തിരക്ക് ശരിക്കും അനുഭവപ്പെടാൻ കാരണം. പിന്നിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ അതേ തന്നെ ഏകദേശം 2000-3000 പേരുണ്ടാവും. കുറച്ച് വണ്ടികളും ഉണ്ടായിരുന്നു. ആ വണ്ടികളെല്ലാം കൂടി വന്നപ്പോഴാണ് ഇവിടെ. അതുമാത്രമല്ല, സ്ഥലം പരിമിതമാണ്. അത് ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമൊന്നുമല്ല. ഇതൊരു ഈ റോഡിലേക്കുള്ള ഒരു റോഡ് മാത്രമാണ്, 4 വരി പാത. ഏകദേശം ഒരു 10 മീറ്റർ പോലും ഉണ്ടാവില്ല ഒരു സൈഡ് വീതി. അതിനടുത്തുവല്ലോ അല്ല ദിനേശ്, താങ്കൾ അവിടെയുള്ള ആളാണല്ലോ, അതിനടുത്തുവല്ലോ ഇത്രത്തോളം 1.5 ലക്ഷം 2 ലക്ഷത്തിനടുത്ത് ആൾക്കാരെ പേറാൻ കപ്പാസിറ്റി ഉള്ള വലിയ മൈതാനങ്ങൾ എന്തോ ഉണ്ടോ? ഇവിടെ അടുത്തായിട്ടൊന്നുമില്ല. പക്ഷെ അന്ന് കഴിഞ്ഞ ആഴ്ച 17-ാം തീയതി DMKയുടെ പരിപാടി നടന്ന സ്ഥലം ബൈപ്പാസിലാണ്, ഹൈവേയിലാണ്. അത് അങ്ങനെയല്ല, അതൊരു 58 ഏക്കർ പ്രോപ്പർട്ടിയാണ്. അത് നികത്തിയിട്ടാണ് അവർ അവിടെ പരിപാടി ചെയ്തത്. അത് അങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസ് ആണ്, ഗ്രൗണ്ട് പോലത്തെ സ്ഥലമാണ്. അവിടെയാണ് ഉള്ളൂ. അല്ലാതെ ടൗണിൽ എവിടെയും സ്ഥലം ഇത്ര പേർക്ക് ചേരാൻ പറ്റുന്ന ഭാഗത്തിൽ ഒരു സ്ഥലമില്ല. കരൂരല്ല ഇത് നടന്നിരിക്കുന്നത്. കരൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ തള്ളി ഉള്ള വേലിച്ചാമ്പലം പറഞ്ഞ ഒരു ചെറിയൊരു സ്ഥലമാണിത്. അതായത് കരൂർ ടൗൺ അല്ല. ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട് ശരിക്കും പറയണേ, കരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് വേലിച്ചാമ്പലത്തിലേക്ക്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ചെറിയ സ്ഥലമാണെങ്കിൽ അവിടെ ഈ ഇത്തരത്തിലുള്ള വലിയ മെഗാ റാലികൾ നടത്താൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവിടെ തന്നെ അതിനടുത്ത് തന്നെ DMKയുടെ ഉണ്ടായി, എടപ്പാടിയുടെ അടുത്ത് തന്നെ ഉണ്ടായെന്ന് പറയുന്നു. അവിടെ തന്നെയാണ് ഈ വിജയുടെ ഉള്ളത്. എന്തുകൊണ്ടാണ് ആ സ്ഥലം ഇവർ തിരഞ്ഞെടുക്കുന്നത്?
അങ്ങനെയല്ല, എടപ്പാടിയുടെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഉണ്ടായത്. പക്ഷെ അന്ന് പറയുകയാണെങ്കിൽ എടപ്പാടി എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരാണ് മാക്സിമം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ പറഞ്ഞ പാർട്ടി പ്രവർത്തകരല്ല, അതും ഉണ്ടായിരുന്നു. അതിനെക്കാട്ടും കൂടുതലായിട്ട് പറയുന്നത് വിജയൻ്റെ ആരാധകരായിരുന്നു. എല്ലാം ചെറിയ കുട്ടികളായിരുന്നു, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ചെറിയ കുഞ്ഞുങ്ങളായിട്ട് എടുത്തിട്ട് വന്ന സ്ത്രീകൾ, അമ്മമാർ, അങ്ങനത്തെ കുറേ സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷേ ADMK പാർട്ടിയിലൊക്കെ ആകുമ്പോൾ അവർ പാർട്ടിക്കാരുണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പോഴും അന്നും തിരക്കുണ്ടായിരുന്നു. പക്ഷെ അന്ന് മഴ പെയ്തതുകൊണ്ട് കുറച്ച് റിലീഫായി. ആ എടപ്പാടി സാറ് വരുമ്പോഴേക്കും കുറച്ച് റിലീഫായി മഴ ചാറിയതുകൊണ്ട്. ഇന്നലെ അതും ഉണ്ടായിരുന്നില്ല. പിന്നെ വെയിൽ രാവിലെ 10-11 മണി മുതൽ ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവാം ഈ 6-7 മണി വരെ. രാവിലെ 10 മണി മുതൽ തന്നെ അത്യാവശ്യം ജനങ്ങളുണ്ടായിരുന്നു. 2 വീലറും ഇങ്ങനത്തെ വണ്ടികളും മാത്രമേ അതിനെ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. കാറൊക്കെ മെല്ലെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത് രാവിലെ 10:30 മണിക്ക് തന്നെ. ശരി. ജോർജ് ജോസഫ്, ഇവിടെ അടുത്ത ആഴ്ച വിവാഹം നടക്കാനിരിക്കുന്ന ഒരു സഹോദരനും, രണ്ടുപേരുടെ കല്യാണമാണ്, ഒരു സഹോദരനും സഹോദരിയും ഉണ്ടായി മരിച്ച കൂട്ടത്തിലുണ്ട്. അതിൻ്റെ അമ്മ നിലവിളിച്ച് കരയുന്നുണ്ട്. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ, കൊണ്ടുപോയില്ലേ എന്നുകൊണ്ട് അമ്മ കരയുന്നുണ്ട്. 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഈ പറയുന്ന ഒരമ്മയുടെ തന്നെ 2 പെൺമക്കൾ മരിച്ചു പോയിട്ടുണ്ട്. ആ അമ്മ ഒരമ്മയും 2 പെൺമക്കളും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നീതി കിട്ടണം. ഇപ്പോൾ നേരത്തെ CR നീലകണ്ഠൻ പറഞ്ഞതുപോലെ ഇവിടെ കുംഭമേളയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങൾ, ഏറ്റവും ഒടുവിൽ ഒരു IPL ടീമിന് അവാർഡ് കിട്ടുമ്പോൾ, അല്ലെ ഈ പറഞ്ഞ കപ്പ് കിട്ടുമ്പോഴേക്കും ഉണ്ടായ ആഘോഷത്തിനിടയിൽ അവിടെ ഉണ്ടാകുന്നുണ്ട് സ്റ്റംപേഡ്. കാര്യമായി ആരെയും നമ്മളങ്ങനെ എവിഡൻ്റായി ശിക്ഷിച്ച് കണ്ടിട്ടില്ല. മറിച്ചൊരു അനുഭവം നിയമവഴിയിൽ ഈ തമിഴ്നാട്ടിലും പ്രതീക്ഷിക്കണോ ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, ഇതിനകത്ത് CR നീലകണ്ഠൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം മരണപ്പെട്ടവർക്ക് അവരുടെ കുടുംബത്തിനും ആവശ്യമായ കോമ്പൻസേഷൻ കൊടുക്കുക. 10 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്, അത് 20 ലക്ഷം ആക്കുമെന്ന് പറയുന്നു. ഇനി വിജയ് അതിന് എന്തെങ്കിലും കൊടുക്കുമോ ഇല്ലയോ എന്നറിയില്ല, അതും ചിലപ്പം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ അവരുടെ ഫാൻസ് അസോസിയേഷൻ്റെ ആൾ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി, ഞാനത് പറയാതിരുന്നതാണ്. വിജയ് നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു കശപിശ ഉണ്ടായി. ആരോ ഒരാളെ വേറൊരാൾ കുത്തി. അന്നേരം അത് കണ്ടിട്ട് വിജയ് താഴോട്ട് നോക്കിയിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഇയാളെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പം ഫാൻസ് അസോസിയേഷൻ്റെ അദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ പറയാതെ മനഃപൂർവ്വം വിട്ടുപോയതാണ്. കാരണം ഇതിനകത്ത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ നീക്കം ഉണ്ടായി. 2 സ്ഥലത്ത് ആ സ്പോട്ട്, ഇപ്പം അതിനടുത്ത് താമസിക്കുന്ന ഒരാൾ ഇപ്പോൾ സംസാരിച്ച് തൊട്ടടുത്ത്, അപ്പോൾ അവിടെ കശപിശ ഉണ്ടായിരിക്കുന്നു. അന്ന് ആ വാക്ക് തന്നെയാണ് പുള്ളി ഉപയോഗിച്ചത്. അപ്പം ഇവർക്ക് ഇത്രയും വലിയൊരു ഏരിയ കൊടുക്കാതെ ഇവിടെ ആളില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഇവിടെ നടത്തി. രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ വില കുറഞ്ഞ കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ ജീവന് ആണ് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അത് രാഷ്ട്രീയപരമായി ഇവിടെ ഒട്ടും ആളില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും. അല്ലെങ്കിൽ നേരത്തെ DMK നടത്തിയ സ്ഥലത്ത് എന്തുകൊണ്ട് കൊടുത്തില്ല? അതിൽ കൂടുതൽ ആൾക്കാർ വരുന്നുവെന്ന് പോലീസിന് അറിയാമല്ലോ. ശ്രീ ജോർജ് ജോസഫ്, ഇത് നമ്മൾ ഈ വിജയുടെ ആദ്യ പരിപാടി മുതൽ ഈ പറയുന്ന പാരാവാരം പോലെ ആള് കാണുന്നതല്ലേ, ലോകം മുഴുവൻ കാണുന്നതല്ലേ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം വിജയുടെ പരിപാടിക്ക് ആളില്ല എന്ന് സ്ഥാപിക്കേണ്ട കാര്യം സ്റ്റാലിനും DMK എന്താണ്? മാത്രമല്ല, വിജയുടെ പരിപാടിക്ക് ആളെത്തുന്നത് അത് പൊളിറ്റിക്കൽ ആൾക്കാരല്ല, വിജയുടെ ആരാധകരാണ് എന്നതാണല്ലോ DMKയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. അപ്പോൾ എന്തിനാണ് അവർ അങ്ങനെ സ്ഥാപിക്കാൻ നോക്കേണ്ട കാര്യം എന്താ? അല്ല, ഞാൻ ഒരു കാര്യം പറയാമായിരുന്നല്ലോ. അവർ ഹൈക്കോടതിയിൽ ചില ഡയറക്ഷൻസ് കൊടുത്തു. DMK അവരുടെ കൺട്രോളിൽ കാര്യങ്ങൾ നിൽക്കത്തില്ല, വിജയ് അത് കേൾക്കുന്നില്ല. 144 പ്രഖ്യാപിക്കാത്ത എന്താ അവിടെ? അത് നിരോധിക്കായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മരണം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ, അതവിടെ നടത്തണ്ടായിരുന്നെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻ്റലിജൻസ് ഫെയിലിയറിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു. അവിടെ ഇത് നിരോധിക്കായിരുന്നു. അത് അങ്ങനെ ചെയ്യായിരുന്നില്ല. അതിന് പോലീസിന് അധികാരമുണ്ടല്ലോ. ഹൈക്കോടതി പറഞ്ഞതും അതുപോലെ തന്നെ പോലീസ് പറയുന്നതൊന്നും വിജയ് കേൾക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റൂല. ഇത് പോലീസിന്റെ ഭാഗത്തുള്ള പോലീസിന്റെ ഭാഗത്ത് പിഴവുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ രജിരാജ് പറഞ്ഞു, ഇത് അവിടെ തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്ത് പറഞ്ഞാലും അതിനെ രാഷ്ട്രീയ ഇരവാദമായി ഉയർത്തും. രാഷ്ട്രീയ ഇരവാദമായി ഉയർത്തൽ രാഷ്ട്രീയമായി DMKക്ക് നല്ലതല്ല. അപ്പോൾ ആ ആശങ്കകൾ കൂടി താങ്കൾ ഈ പറഞ്ഞു. ഇപ്പോൾ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചാൽ ഉടനെ അടുത്ത ക്യാമ്പയിൻ പോയിന്റ് അതല്ലേ, അതൊക്കെ ഭയന്നതാവണം. പക്ഷേ എന്ത് ഭയന്നാണെങ്കിലും ഭരണകൂടം ചെയ്യേണ്ട ഉത്തരവാദിത്തം അവിടെ ഉണ്ടായ കാര്യം സത്യമാണ്. അതിന്റെ ഫലം കൂടിയാണ് 40 മരണങ്ങൾ. രജിരാജ്, ഇവിടെ നിയന്ത്രണാതീതമായ ആൾക്കൂട്ടം കൂടിയാൽ, അത് പോലീസ് ഇടപെട്ടാൽ വിജയ് രാഷ്ട്രീയമായി ഉപയോഗിച്ചേക്കുമോ നിങ്ങൾക്ക് പേടി? സംഭവം ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിന്റെ ഉത്തരവാദി വിജയ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അല്ലെങ്കിൽ ഉത്തരവാദികളിൽ ഒരാൾ വിജയ് ആണെന്ന് ആർക്കും തർക്കം വേണ്ട. ഇനി വിജയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും നിങ്ങൾക്ക് പേടിയാണോ ശ്രീജിരാജ്? അതല്ല സർ, ഇവിടെ ഇപ്പോൾ തന്നെ പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി വിജയ് തന്നെ ചെയ്യുന്നത്. വിജയും വിജയുടെ
ഒരു ആൾക്കൂട്ടമായിട്ടുള്ള TVKയും ചെയ്യുന്നത്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ മേൽ അപരാധം ചാർത്താൻ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു വിജയ്ക്കെതിരായിട്ട് ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും പരിശോധിക്കേണ്ട ഒരു കാര്യം, ഈ ദുരന്തത്തിൻ്റെ പേരിൽ വിജയെ അടിയന്തരമായിട്ട് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യണം എന്നൊരാവശ്യം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്ര പക്വതയോടുകൂടിയാണ് അതിനകത്ത് പ്രതികരിച്ചതെന്നുള്ള കാര്യം എല്ലാവരും കാണാതെ പോകരുത്. കാരണം വിജയെ വേട്ടയാടുക എന്നുള്ളതല്ല DMKയുടെ ലക്ഷ്യം, ഗവൺമെൻറ് ലക്ഷ്യം. മറിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണം ഒരു സൈഡിൽ നടക്കട്ടെ, കോടതിയുടെ നിരീക്ഷണം വരട്ടെ, അതിനുശേഷം അയാളെ പ്രതി ചേർക്കേണ്ടതുണ്ടെങ്കിൽ നിയമത്തിന് വിധേയമായി അയാളെ പ്രതി ചേർക്കും. അല്ലാതെ രാഷ്ട്രീയമായിട്ട് വിജയെ വേട്ടയാടേണ്ട എന്ത് സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളതെന്നുള്ള കാര്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അയാളെ കാണാൻ കൂടുന്ന ആളുകളൊന്നും അയാളുടെ പാർട്ടിയോടോ ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തോടോ അയാളുടെ സംഘടനാപരമായിട്ടുള്ള അജണ്ടകളോടോ താതാത്മ്യപ്പെട്ട് വരുന്ന ആളുകളേ അല്ല. അയാളെ ഒന്ന് കാണുന്നതിന് വേണ്ടി മാത്രം വന്നുകൂടുന്ന ആളുകളാണ്. അതൊന്നും ഓട്ടാവില്ല. DMK എന്തായാലും ഈ താരാരാധന എത്രത്തോളം ഹാനികരമാണ്, ജീവന് ഹാനികരമാണ് എന്ന് തെളിയിച്ച സംഭവം കൂടിയാണ് ഈ കരൂർ ഉണ്ടായത്. താരങ്ങൾ അവരുടെ മേഖലയിൽ നന്നായി ജോലി എടുക്കുന്നവരാണ്, നല്ല കാര്യമാണ്, അത് അവർ സമർത്ഥമായി എടുക്കുന്നു, അവരോട് ജോലി ചെയ്യുന്നതാണ്. അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തിപ്പോയി അവരെ കാണേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ഏത് താരത്തിൻ്റെയും, ഇനി സിനിമാ താരമാവട്ടെ കായിക താരമാവട്ടെ, ഏതു താരത്തിൻ്റെയും ആരാധകർ സ്വയം ആലോചിക്കട്ടെ. നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം, അല്ലാതെ ഇവരാരും നമുക്ക് ജില്ലും ചെലവും കൊണ്ടുതരില്ല. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.